പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളെ കാലാകാലങ്ങളിൽ അനുഗ്രഹിക്കുന്ന നല്ല കർത്താവേ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും ഞങ്ങളുടെയും കർത്താവായി കഴിഞ്ഞ 175 വർഷക്കാലം നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിലും കർത്താവേ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ പകരണമേ. ഇസ്രായേൽ ജനങ്ങളെ വീണ്ടെടുപ്പിലേക്ക് നയിച്ചതുപോലെ പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന ഞങ്ങളെയും അന്ധകാരത്തിൽ നിന്നും അത്ഭുതമായ പ്രകാശത്തിലേക്ക് ഉയർത്തിയതിനായി നന്ദി കരയേറ്റുന്നു. ഈ സമാപന സമ്മേളനത്തിലും ഞങ്ങളുടെ ഓരോരുത്തരെയും അങ്ങിലേക്ക് ഏൽപ്പിക്കുന്നു. വിശിഷ്ട അതിഥികളായി കടന്നു വന്നിരിക്കുന്ന പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. അധ്യക്ഷനായിരിക്കുന്ന ഞങ്ങളുടെ ഫ്രാൻസിസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ആത്മീകമായും സാമൂഹികമായും ഒക്കെ ഞങ്ങൾ വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ പബ്ലിക് മീറ്റിങ്ങിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ മുദ്രയിട്ട് കാത്തുകൊള്ളണം. എല്ലാം അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നല്ല നാമത്തിൽ തന്നെ ആമേൻ. മലനാടിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഹൃദയത്തിൽ പേരെഴുതിയ റവ ഹെൻറി ബേക്കർ ജൂനിയറാൽ സ്ഥാപിച്ച തിരുമാപ്ര സെൻറ്റ് പീറ്റേഴ്സ് CSI ചർച്ചിൻ്റെ 175ാമത് സപ്തദാന ജൂബിലി ആഘോഷം നമുക്കേവർക്കും അറിയാവുന്ന പോലെ 2024 മാർച്ച് മാസം 1-ാം തീയതി അഭിമന്യ VS ഫ്രാൻസിസ് തിരുമേനിയാൽ ഉദ്ഘാടനം ചെയ്ത് തുറന്നു വന്ന ഒരു വർഷക്കാലം സഭയുടെയും സമൂഹത്തിൻ്റെയും വിവിധ വികസന പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ സമാപന സമ്മേളനം ഹെൻറി ബേക്കറിൻ്റെ 176ാം പെരുന്നാളിൻ്റെയും സമാപന സമ്മേളനം ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് അഭിമന്യ നമ്മുടെ VS ഫ്രാൻസിസ് തിരുമേനിയാണ്. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് തിരുമേനിയെ ഈ യോഗത്തിൽ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യും. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട VN വാസവനാണ്, സഹകരണ വകുപ്പ് മന്ത്രി ആണ്. അദ്ദേഹം യാത്രയിലാണ്, പാല കഴിഞ്ഞിട്ടുണ്ട്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയെ ഈ യോഗത്തിലേക്ക് ഏവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട റൈറ്റൺ ബേക്കറിനെ ഞാൻ തന്നെയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ ഈ സഭയുടെ ചരിത്ര പുസ്തക പ്രകാശനം ചെയ്യുന്നതിനായി നമ്മുടെ രാജ്യസഭാ അംഗം ബഹുമാനപ്പെട്ട ജോസ് കെ മാണി MP അവരുടെ ഏവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട MP ശ്രീ ഫ്രാൻസിസ് ജോർജ് ആണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിൽ നിങ്ങൾ ഏവരുടെയും പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സുവനിയറിൻ്റെ പ്രകാശനം, നമ്മുടെ ഇതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സുവനിയർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ സുവനിയറിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മാണി C കാപ്പൻ MLA ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബിന്ദു സെബാസ്റ്റ്യൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ആശംസിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചാർലി ഐസക്, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സ്വാഗത പ്രസംഗത്തിൻ്റെ സ്പീഡ് കൂടുന്നത് എല്ലാവർക്കും പോകണം. അതുകൊണ്ടാണ് സ്വാഗത പ്രസംഗം ഒരു സമയം കൊല്ലിയാണ്, എങ്കിലും പറയേണ്ട കാര്യങ്ങൾ അത്യാവശ്യം പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചില സ്പീഡ് കൂടിപ്പോകുന്നത്. അതുകൊണ്ട് സദയം ക്ഷമിക്കുക.
വലിയ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷൈനി ബേബി ഈ യോഗത്തിൽ ആശംസ പറയുന്നതിന് എത്തിയിട്ടുണ്ട്. ഈ യോഗത്തിലേക്ക് ശ്രീമതി ഷൈനി ബേബിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വരാമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഫ്രാൻസിസ് പിതാവേ, വേദിയിലുള്ള പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി MP, പ്രിയങ്കരനായ ശ്രീ മാണി സി കാപ്പൻ MLA, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന റൈറ്റ് റെവറൻഡ് ബേക്കർ നൈനാൻ ഫെൻ പിതാവേ, ഇടവക വികാരി റെവറൻഡ് ബെൻ ആൽബർട്ട്, വേദിയിലുള്ള ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ ചാർലി ഐസക് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ശ്രീമതി ബിന്ദു സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അൽമായ സെക്രട്ടറി ശ്രീ വർഗീസ് ജോർജ്, രജിസ്ട്രാർ ശ്രീ ജോയ് കുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷാൻറ്റി മോൾസ, ശ്രീമതി ഷൈനി ബേബി, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ള സഹോദരന്മാരെ, അഭിനന്ദ പിതാവ് സൂചിപ്പിച്ചതുപോലെ കുറേയേറെ പരിപാടികൾ, 1-2 സംസ്കാര ചടങ്ങുകളൊക്കെ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്രമം തെറ്റിച്ച് നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല. ഞാൻ വാസ്തവത്തിൽ ഇന്നലെ ആയിരുന്നു വരേണ്ടത്. ഇന്നലെ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പഠിച്ച കോളേജിലെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ 176ാമത് റെവറൻഡ് ഹെൻറി ബേക്കർ ജൂനിയർ തിരുനാളും, അതുപോലെ തന്നെ ഈ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ തിരുമാപ്ര ദേവാലയത്തിൻ്റെ രജത ജൂബിലി സമാപന ചടങ്ങുകളാണ് 2 ദിനങ്ങളിലായി നടക്കുന്നത്. 176 വർഷം മുൻപ് റെവറൻഡ് ഹെൻറി ബേക്കർ ജൂനിയർ അദ്ദേഹം ഈ മേഖലയിൽ വന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തി. സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഒട്ടേറെ പേരെ മാനസാന്തരപ്പെടുത്തി. ഇവിടെ ഇങ്ങനെ ഒരു ദേവാലയം സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ആ വിശ്വാസ തീഷ്ണതയാണ് തീർച്ചയായിട്ടും കാണിക്കുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് അതാണ്. കാരണം ലോകത്ത് എവിടെ നോക്കിയാലും സംഘർഷം, നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ഓരോ സംഭവവികാസങ്ങളൊക്കെ നമ്മെ എല്ലാവരെയും അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും എന്നാൽ വളരെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുമാണ്. കാരണം എത്രയൊക്കെ ഭൗതിക വളർച്ച ഉണ്ടായാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് സമാധാനവും സന്തോഷവുമാണ്. അതില്ലാതെയുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ലല്ലോ ജീവിതത്തിൽ. അപ്പം അതിന് തീർച്ചയായിട്ടും വേണ്ടത് ആത്മീയമായിട്ടുള്ള വളർച്ച തന്നെയാണ്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളിലൊക്കെ കാണുന്ന അങ്ങേയറ്റം ദുഃഖകരമായ ദാരുണമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേക്കുറിച്ചൊക്കെ നമ്മൾ വളരെ കരുതലോടുകൂടി ചിന്തിക്കുകയും അതിലേക്ക് ഒരു മാറ്റം വരുത്താനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയമായിട്ടുള്ള വിശ്വാസവും വളർച്ചയുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അങ്ങനെ 1.25 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ മേഖലയിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ചിന്തിക്കാൻ, ഊഹിക്കാൻ കഴിയും എത്ര കഷ്ടപ്പെട്ട്, എത്ര ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. അങ്ങനെ ഇവിടെ വന്ന് ആരംഭിച്ച ഈ ദേവാലയം ഈ കാലയളവിൽ ഈ മേഖലയുടെ ആകെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും വലിയ നിർണായകവും നിസ്തുലവുമായ സംഭാവന നൽകിയ ആരാധനാലയമാണ്. ഈ രജത ജൂബിലി, രജത ജൂബിലിയുടെ സമാപനം നടക്കുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട ഇടവക സമൂഹത്തിൻ്റെ, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ, അഭിനന്ദ പിതാവിൻ്റെ ഒക്കെ സന്തോഷത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് പങ്കുചേരുന്നു. നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥനയോടുകൂടി, നമ്മളുടെ ജൂബിലി എന്ന് പറയുമ്പോൾ അതൊരു പഴയ യഹൂദ പാരമ്പര്യമാണ്. 49 വർഷം കഴിയുമ്പോൾ വരുന്ന 50 തികയുന്ന ഒരു വർഷക്കാലം ജൂബിലിയായി ആഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാലയളവിൽ എല്ലാവരും പരസ്പരം ക്ഷമിച്ചും പരസ്പരം പൊരുത്തപ്പെട്ടും കടങ്ങളൊക്കെ ഇളച്ചു കൊടുത്തും അങ്ങനെയാണ് ജൂബിലി ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് അങ്ങനൊരു അനുരഞ്ജനത്തിൻ്റെതായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. അതിനെല്ലാം ഈ ജൂബിലി നമുക്ക് പ്രചോദനം നൽകട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളത്. ഞാൻ 2 വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് അഭിനന്ദ പിതാവിനോടും ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും മറ്റ് ഇടവക സമൂഹത്തിനോടും എല്ലാം വളരെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ഈ ഇടവക സമൂഹത്തിനുണ്ടാകട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അന്തർലീനമായി ഉയർന്നു വരേണ്ട ഏറ്റവും വലിയ വിവേകപൂർണമായ സമീപനം, അവിടെയാണ് തിരിച്ചറിവ് രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിശ്ചയമായും നമുക്ക് എല്ലാ തരത്തിലുള്ള ആത്മീയ ചിന്തകളിലും നമ്മളെല്ലാം ഇറങ്ങുമ്പോൾ തന്നെ
ഭൗതിക ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഇടപെടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ചർച്ചകളിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ ആത്മീയ ചൈതന്യത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് വിശ്വാസ സമൂഹത്തെ എല്ലാം ആനയിക്കണം. ആ കൂട്ടത്തിൽ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നാനാ മേഖലകളെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് ധാരണയും ഭാവനയും ദിശാബോധവും നൽകുന്ന രൂപത്തിലേക്ക് ഉയർന്നു വന്നുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാരെല്ലാം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അവരാദ്യമായി ആത്മീയ ചിന്തകളിലേക്ക് നമ്മളെ നയിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനത്തിൻ്റെ പാഞ്ചജന്യം മുഴക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഒരു നാടിൻ്റെ അടിസ്ഥാനപരമായ പുരോഗതിയിൽ ഏറ്റവും സുപ്രധാനമായ ഘടകമാണ് വിദ്യാഭ്യാസം. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ മിഷണറിമാർ നൽകിയ മഹത്തായ സംഭാവനകൾ, അതിൻ്റെ ഫലമാണ് നമ്മുടെ നാട് ഇന്ന് സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും സർവോപരി വിദ്യാഭ്യാസ രംഗത്തും നാം വളരാനിടമാണ്. ലോകത്തെവിടെ ചെന്നാലും മനുഷ്യരുണ്ട്, മനുഷ്യനെവിടെയുണ്ടോ അവിടെ മലയാളികളുണ്ട്. അത് വരാൻ ഇടവന്നതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളാണ്. ആ നിലയിൽ നമ്മുടെ നാടിന് ഈ തരത്തിലുള്ള പുരോഗതി ഉറപ്പാക്കാൻ ആ കാലഘട്ടത്തിൽ വന്ന ക്രിസ്ത്യൻ മിഷണറിമാരെല്ലാം പരിശ്രമിച്ചിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ചും റവറൻ ഹെൻറി ബേക്കർ ജൂനിയറിനെ പോലുള്ള ആളുകൾ ഈ മലയോര മേഖലയ്ക്ക് നൽകിയ വിലപ്പെട്ട സംഭാവനകളും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും ഭാവനാസമ്പന്നവുമായ ഇടപെടലുമെല്ലാം ഈ ഗ്രാമത്തെ ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് നയിക്കാൻ ഇടവരുത്തിയ അടിസ്ഥാനപരമായ പ്രവർത്തനമായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. ഫ്രാൻസിസ് ജോർജ് MP ആദരിക്കുന്നതിനായി റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് തിരുമേനിയെ ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ഫ്രാൻസിസ് ജോർജ് MP ക്ഷണിക്കുന്നു. അടുത്തതായി ചരിത്ര പുസ്തക പ്രകാശനമാണ്. ചരിത്ര പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിനായി ശ്രീ ജോസ് കെ മാണി MP അവരെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് തിരുമേനിയെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ VS ഫ്രാൻസിസ് തിരുമേനി, ബഹുമാനായ ശ്രീ മാണിസിക്കാപ്പൻ MLA, ഇടവക വികാരി റവറൻഡ് ആൽബർട്ട് അച്ഛൻ, ഇതിലുള്ള ബഹുമാനായ ഫ്രാൻസിസ് ജോർജ് MP, ശ്രീ മറിയാമ്മ ഫെൻഡാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ചാർലി എച്ച് മൂന്നിലവ് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി ബിന്ദു സെബാസ്റ്റ്യൻ, ശ്രീ വർഗീസ് ജോർജ് P, ശ്രീ T ജോയ് കുമാർ, ശ്രീമതി ഷാൻജി മോൾസാം മൂന്നിലവ് പഞ്ചായത്ത് മെമ്പർ, ശ്രീ ഷൈനി ബേബി മേലുകാവ് പഞ്ചായത്ത് മെമ്പർ, വേദിയിലും സദസ്സുമുള്ള ബഹുമാനരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് നേരത്തെ എത്തിയിരുന്നു. 2 മണിയായപ്പോൾ എത്തിയതാണ്. ഇവിടെ ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഞായറാഴ്ച എന്ന നിലയ്ക്ക് വിവിധ പരിപാടികൾ നേരത്തെ ഏറ്റെടുത്തതായിരുന്നു. ഇവിടെ കുറവണിങ്ങാട്ട് തന്നെ 3 മണിക്കൊരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് 4:30 തലപ്പുറത്തുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും മേലുകാവിൽ തന്നെ ഇന്നൊരു സമയമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിവിടെ മറ്റൊരു ചടങ്ങിന് വരേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് പാലായിലും പിന്നെ തിരുവനന്തപുരത്തേക്കും പോകേണ്ടതുമുണ്ട്. അതുകൊണ്ടാണ് ക്രമം തെറ്റിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. എനിക്കാലും വളരെയധികം സന്തോഷമുണ്ട്. 176ാമത് റവറൻ ഹെൻറി ബേക്കർ ജൂനിയർ പെരുന്നാളും സപ്തരജത ജൂബിലി സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച ഒരു പ്രദേശത്തിൻ്റെ ഉന്നമനത്തിന് ഏറ്റവും കൂടുതൽ തുടക്കം കുറിച്ച അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ജൂബിലി എന്ന് നമുക്കറിയാം. നമുക്ക് ഹെൻറി ബേക്കർ ജൂനിയർ നമുക്ക് ഈ മിഷണറി വർക്കുകൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോഡും വെളിച്ചവും മറ്റ് സൗകര്യങ്ങളും ഒന്നുമില്ലാത്തപ്പോൾ ഇവിടെ വന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ
ദേവാലയവും അതോടൊപ്പം തന്നെ 1948 തന്നെ നമ്മുടെ സ്കൂളുകളും ദേവാലയവും ആരംഭിച്ച് ഇവിടെയുള്ള ജനങ്ങൾക്ക് വലിയൊരു സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ, അത് ഇവിടെയുള്ളത് മാത്രമല്ല, കേരളത്തിൻ്റെ പല മേഖലയിലും നമുക്കറിയാം മിഷണറിമാർ വന്ന് അവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് കാണുന്ന പുരോഗതി നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഓർക്കുന്ന ലോക്സഭ അംഗം, പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്ക് 2011 കാലഘട്ടത്തിൽ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള പല പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടെയുള്ള വൈദികരുമൊക്കെ പാലായിൽ വന്ന് കണ്ടിരുന്നു. നമുക്ക് ഇവിടെ മേലുകാവ് ഇരുമാപ്ര 3 റോഡ്, നമുക്കറിയാം നൂറ്റാണ്ടുകളായിട്ട് ആ റോഡ് ടാർ ചെയ്തിട്ടില്ല. ആ റോഡ് തന്നെ ഇല്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു, ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അതിന് ഏറ്റവും കൂടുതൽ ഈ മലയോര പ്രദേശത്ത് അതിൻ്റെ ഹൃദയത്തിൽ കൂടെ പോകുന്ന ഈ റോഡ് റെഡിയാക്കണം. അതനുസരിച്ച് അവരെ കൂട്ടി മണിസാറിൻ്റെ അടുത്ത് ചെല്ലുകയും അന്ന് മണിസാർ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഏതാണ്ട് 9 കോടി രൂപ മുടക്കി 2012-13 കാലഘട്ടത്തിൽ അനൗൺസ് ചെയ്യുകയും 14-15 കാലഘട്ടത്തിൽ പൂർത്തിയാക്കി. ഇപ്പോൾ സഞ്ചാരയോഗ്യമായിട്ട് അത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതാണ് അതിൻ്റെ തുടക്കം. ഈ പ്രാദേശിക, ഈ ഗ്രാമീണ മേഖലയുടെ വികസനത്തിൻ്റെ, നമുക്കറിയാം മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് വികസനത്തിലേക്ക് ചെന്നെത്താൻ കഴിയൂ. അപ്പോൾ ഈ പ്രദേശത്ത് ആ മൂന്നിലമായാലും മേലുകാവായാലും നമുക്കറിയാം, ഇന്ന് തലനാടായാലും ഇപ്പോൾ അതിനുശേഷം ഈ പ്രദേശത്തിൻ്റെ വികസനം ഒരു പദ്ധതിയിൽ കൂടെ നമുക്ക് വികസനം നടത്താൻ പറ്റും. അതിനുവേണ്ടി ഒരു പദ്ധതി നമ്മൾ പ്ലാനിങ്ങിൽ കൊടുത്തു. അന്ന് ലോക്സഭയിൽ ഇരുന്നപ്പോൾ കേന്ദ്രത്തിൽ നമ്മൾ കൊടുത്തു, സംസ്ഥാനത്ത് മൻസാർ കൊടുത്തു. അതനുസരിച്ച് ഒരു ഗ്രീൻ ടൂറിസം, ആ ഗ്രീൻ ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി 99 കോടി രൂപ വിവിധ പഞ്ചായത്തുകൾക്കായി പ്ലാനിങ്ങിനെ കൊണ്ട് സാങ്ഷൻ ചെയ്യിപ്പിച്ച്, അങ്ങനെയാണ് ഇലവീഴ പൂഞ്ചിറയിലെ ആ സ്പോട്ട്, ആദ്യമേ ആ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഒരു തടാകം ഇറിഗേഷൻ വകുപ്പ് കൊണ്ട് 2 കോടി രൂപ മുടക്കി ഏറ്റവും നല്ലൊരു തടാകം നമുക്ക് രൂപപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഇല്ലിക്കക്കല്ല്, ഇന്ന് 3 പ്രദേശത്തു നിന്നും, ഇവിടുന്നും അതോടൊപ്പം മൂന്നിലവെന്നും തലനാടെന്നും മനോഹരമായ റോഡ് ഇന്ന് ഇല്ലിക്കക്കല്ലിലേക്ക് വന്നു. അപ്പോൾ വളരെയധികം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട പുറം ലോകം അറിയുന്നു, ടൂറിസവുമായിട്ട് അറിയുന്നു. അന്നുള്ള റോഡ് വരുന്നു, വൈദ്യുതി വരുന്നു, കുടിവെള്ളം വരുന്നു, ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇലവിഴ പൂഞ്ചിറയ്ക്കുള്ള റോഡും നമുക്കറിയാം, റോഡുമായി ബന്ധപ്പെട്ട് അത് മൻസാറിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അതിൻ്റെ ആ റോഡുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടർ സുപ്രീം കോടതി വരെ പോയി. അതിനുശേഷം നമുക്കറിയാം, അത് പിന്നെ ഈ സർക്കാർ വന്നതിന് ശേഷം ടെൻഡറായി. ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുണ്ട് അതിൻ്റെ ആ നവീകരണത്തിന് വേണ്ടി. ഇതെല്ലാം സഹായകരമായി. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ ഗ്രാമീണ മേഖല വിവിധ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കുവാനുള്ള ഒരു വിവിധ റോഡുകൾ തന്നെ മൻസാറിൻ്റെ നേതൃത്വത്തിൽ ബഡ്ജറ്റിൽ കൂടി അല്ലാതെയും PMGSY കേന്ദ്ര പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതിയിൽപ്പെടുത്തി വിവിധ റോഡുകൾ ഈ 3 പഞ്ചായത്തുകളായി ലോക്സഭയിൽ ഉണ്ടായിരുന്നപ്പോഴും നമ്മുടെ രാജ്യസഭയിലുള്ളപ്പോഴും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. തീർച്ചയായും നമുക്ക് ഇതിൽ പോരാ. ഇവിടെയുള്ള ജനപ്രതിനിധികളെല്ലാം, MLAയും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടേതായ ശ്രമങ്ങൾ നടക്കുകയാണ്. ഇനിയും വളരെയധികം കാര്യങ്ങൾ നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സഹായ സഹകരണവും നമ്മുടെ എല്ലാം ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഈ നമ്മുടെ ചരിത്ര പുസ്തകത്തിൻ്റെ പ്രകാശനം ഇവിടെ നടത്തിയതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ശ്രീ ജോസ് കെ മാണി സാറിനെ ആദരിക്കുന്നതിനായി റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് തിരുമേനിയെ ക്ഷണിക്കുന്നു. ആദരവേറ്റുവാങ്ങുന്നതിനായി ശ്രീ ജോസ് കെ മാണി സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി സുവനീർ പ്രകാശനം നിർവഹിക്കുന്നതിനായി ശ്രീ മാണി C. കാപ്പൻ MLA അവരെ ക്ഷണിക്കുന്നു. സുവനീർ ഏറ്റുവാങ്ങുന്നതിനായി റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് തിരുമേനിയെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആരാധ്യനായ റവറൻഡ് ഫ്രാൻസിസ് തിരുമേനി, പ്രാർത്ഥനാ കർമ്മം നിർവഹിച്ച ഇടവക വികാരി കൂടിയായ ബെൻ ആൽബർട്ട് തിരുമേനി, ബെൻ ആൽബർട്ട് അച്ഛ,
അനുഗ്രഹ പ്രഭാഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ള റൈറ്റ് റവറൻ ബേക്കർ നൈനാൻ മുൻ ബിഷപ്പ് കൊച്ചി മഹായിടവ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ, ചരിത്ര പുസ്തകം പ്രകാശനം നടത്തിയ ശ്രീ ജോസ് കെ മാണി, മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ്, മൂന്നിലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഷാർലി ഐസക്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു സെബാസ്റ്റ്യൻ, മഹായിടവക അൽമയ സെക്രട്ടറി വർഗീസ് പി ജോർജ്, പ്രിയപ്പെട്ട മഹായിടവക രജിസ്ട്രാർ ടി ജോയ് കുമാർ, ശ്രീമതി ഷാൻഡിമോൾ സാം, മൂന്നിലൂർ പഞ്ചായത്ത് മെമ്പർ, മേലുകാവ് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി ബേബി, പ്രിയപ്പെട്ട നല്ലവരായ ഈ ഇടവകാംഗങ്ങളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, CSI ഈസ്റ്റ് കേരള മഹായിടവക സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് ഇരുമാപ്പറയുടെ 176ാമത് റവറൻ ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ പെരുന്നാളിനും രജത ജൂബിലി ആഘോഷത്തിനർക്കും എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്കറിയാം 175 വർഷങ്ങൾക്ക് മുമ്പ് വഴിയോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പള്ളികളും വരികയും ആത്മീയമായും വിദ്യാഭ്യാസപരമായും ബൗദ്ധികപരമായും ജനങ്ങളെ വളർത്തിയെടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഈ നാട് വളർന്നു. പണ്ടാണ്ട് പറഞ്ഞിട്ട് പിതാവിനൊക്കെ തോന്നരുത്, മണ്ണും ചാരൊന്നും പെണ്ണുകൊണ്ട് പോയെന്ന് പഴഞ്ചൊല്ലുണ്ട് പാലായില് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലരും ഇരുവേഴാപ്പുറത്തിൻ്റെ മഹത്വവും ഇവിടുത്തെ റോഡുകളുടെ മഹത്വമൊക്കെ പറയുന്നുണ്ട്. 4.5 കൊല്ലത്തിനിടയ്ക്ക് ഇതൊക്കെ സംഭവിച്ചെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതിൽ സന്തോഷമുണ്ട്. എനിക്കിത് കേൾക്കുമ്പം മറുപടി പറഞ്ഞില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇത് പോരാ, ഇവിടുത്തെ വികസനം ഇതുകൊണ്ട് തീരുന്നില്ല. ഈ ഉപദേശം എനിക്ക് തന്ന പിതാവാണ്. സത്യമാണ്. ഞാൻ ആദ്യം ഉപതെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ചപ്പോൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ പല നേതാക്കളും വന്നു പോയിട്ടുണ്ട്, ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, ഇവിടുത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. നമ്മൾ പിതാവെ ജയിപ്പിച്ചാൽ ഞാൻ ചെയ്തിരിക്കും, പറഞ്ഞതിന് അക്ഷരാർത്ഥത്തിൽ പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് 3.5 കോടി രൂപ വീതം ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുണ്ടായിരുന്നപ്പോൾ ഇലവീഴ പൂഞ്ചലിലും ഇല്ലിക്കലിലും 50 സെൻറ്റ് സ്ഥലം വീതം അനുവദിച്ചു. 6 മുറിയുള്ളൊരു കെട്ടിടവും റെസ്റ്റോറൻറ്റും 12 ടോയ്ലറ്റുകൾ വീതം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൊടുക്കാനുള്ളതിന് തറക്കല്ല് വിട്ടു ഇല്ലിക്കലിൽ. പക്ഷേ എന്തുകൊണ്ടത് മാഞ്ഞു പോയി, കാണാനില്ലപ്പോൾ. ആ സാധനം പഴം വെട്ടി. ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിയോട് ഞാൻ പറഞ്ഞു, ഇത് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഒരു അപേക്ഷ എഴുതി കൊടുക്കണം. അതിനായി ഫ്രാൻസിസ് ജോർജ്, ഞാനും എൻ്റെ ഒപ്പം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ അഭിനയിച്ചു, സുരേഷ് ഗോപി ഇന്ന് ടൂറിസം വകുപ്പ് കേന്ദ്ര സഹമന്ത്രി, അദ്ദേഹവും ഞാനും കൂടി ക്യാബിനറ്റ് മിനിസ്റ്റർ പോയിക്കൊണ്ട് ഞങ്ങൾ 3 പേരുടെ. അപ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്റർ പറഞ്ഞ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ വിതിൻ 48 hours ഞാനത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ഞാൻ അസംബ്ലിയിൽ ഇത് പറഞ്ഞു. 4 കത്തുകൾ കൊടുത്തു. ഒരു നടപടിയും ഈ നേരം വരെ ഉണ്ടായിട്ടില്ല. 10 പൈസയുടെ ചെലവ് സംസ്ഥാന സർക്കാരിനില്ല. ഇത് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ വരാൻ പോകുന്നൊരു ഗുണമാണ്. വാഗമണ്ണി വരുന്ന ടൂറിസ്റ്റുകൾ മുഴുവൻ ഇവിടെ വരും. ഇവിടെയുള്ള വീടുകളൊക്കെ ചേർന്ന് ഹോം സ്റ്റേ ഉണ്ടാക്കാൻ കഴിയും. അതിന് 20 ലക്ഷം രൂപ മുദ്രാ ലോൺ കിട്ടും, ഒരു ഈട് കൊടുക്കണ്ട. അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഇവിടുത്തെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഒരു ദിവസം ഒരു 8,000 രൂപ മിനിമം വരുമാനം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിയും. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ശ്രമിക്കണം എന്ന് വിനീതമായി എൻ്റെ ശ്രമങ്ങളോടൊപ്പം സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ അനുവദിച്ചാൽ അടുത്ത ഒരു 6 വർഷത്തിനിടയിൽ പാലാ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും ഭംഗിയായി, ഏറ്റവും സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ സ്ഥിതി ചെയ്യുന്ന മേഖലയായി മേലുകാവ്, മൂന്നിലവ്, തലനാട് പഞ്ചായത്തുകൾ മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിതാവിൻ്റെ അനുഗ്രഹവും അതിനുണ്ട്. കടവഴ പാലത്തിന് 3,86,00,000 രൂപ ചില്ലിച്ചി പാലത്തിന് അനുവദിച്ചിരുന്നു. ആ പൈസ മാറ്റി കൊടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അതിന് ചെയ്യാവുന്നിടത്തോളം അവരോടൊപ്പി താമസിപ്പിച്ചു. ഇപ്പം നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൊണ്ട് ഞങ്ങൾ വെട്ടിച്ചടിച്ചു. അത് കഴിഞ്ഞ് MLA ഫണ്ട് കൊടുത്തു. MLA ഫണ്ട് കൊടുത്തപ്പോൾ ആ തുക അത്രയും ഒന്നിച്ച് PWD അടച്ചെങ്കിൽ മാത്രമേ PWDക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഇവൻ ചാർലി ഇവിടെ ഇരിപ്പുണ്ട്. ചാർലി ഞാനൊരു ചെറിയ പണി ഫിറ്റ് ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ അത് പുറത്തു വരും. ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ളൊരു സ്ത്രീയെ കൊണ്ട് പഠിപ്പിച്ചത്
കോടതി ചോദിച്ചു സർക്കാർ വക്കീലിനോട്, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല? 3 വർഷം കഴിഞ്ഞു. ആരാ അതിന് ഉത്തരവാദി? കേന്ദ്രം എത്ര രൂപ തന്നു? കണക്കൂടെ ഹാജരാക്കാൻ പറഞ്ഞു. അവർ വിറച്ചു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഡിസൈനിലേക്ക് പോയിരിക്കുകയാണ്. ഡിസൈൻ വന്ന ഉടനെ കോടതി ഇപ്പോൾ അടുത്ത ഓർഡർ കൊടുത്തിരിക്കുന്ന 30 ദിവസത്തിനുള്ളിൽ ഇതിന് മറുപടി തന്ന് പണി ആരംഭിച്ചിരിക്കണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഞാൻ വെളിപ്പെടുത്താൻ പാടില്ലായിരുന്നു. ചാർലിക്കും എനിക്കും മാത്രം അറിയാമായിരുന്ന ഒരു രഹസ്യമാണ് അത്. ആ ഓർഡർ ഇപ്പോൾ ഉടനെ വരും. അത് വരുന്നതോടുകൂടി സർക്കാർ നടപടികൾ ദ്രുതഗതിയിലായിക്കോളും. ആ പാലവും ഇവിടെ ഉണ്ടാവും. നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും കൂടെ ഉണ്ടാവും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ കാര്യങ്ങൾക്ക് എനിക്ക് വഴികാട്ടിയായി തന്ന നിർദ്ദേശങ്ങൾ തന്ന പിതാവിനോടുള്ള നന്ദി ഹൃദയത്തിൻ്റെ ഭാഷ ഞാൻ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി സൂര്യൻ്റെ പ്രകാശനം അനൗദ്യോഗികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. കൈപ്പാറുന്നതോടുകൂടി അനൗദ്യോഗികമാകും. ബഹുമാനപ്പെട്ട ശ്രീ മാനസി കാപ്പൻ സാറിന് സഭയുടെ സ്നേഹാദരം സമർപ്പിക്കുവാൻ റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് തിരുമേനിയെ ക്ഷണിക്കുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് തിരുമേനിയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നേക്ക് 176 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത് കടന്നു വന്ന റവറൻഡ് ഹെൻറി ബേക്കർ ജൂനിയർ എന്ന ദേവദാസൻ, എത്രയും ബഹുമാനുള്ള അച്ഛൻ, അദ്ദേഹത്തിൻ്റെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയ ഇച്ഛാശക്തിയോടുകൂടിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാകുന്നു ഇപ്പാറും ഒരു സഭ ഇവിടെ സ്ഥാപിതമായി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമ്മൾ കേട്ടതുപോലെ, ഞാൻ തന്നെ പറഞ്ഞതുപോലെ, ഈ പ്രദേശങ്ങളിലേക്ക് വരുവാൻ ആ കാലഘട്ടങ്ങളിൽ യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായി വ്യാപൃതനായിരുന്ന ഹെൻറി ബേക്കർ ജൂനിയറിന് അവരുടെ CMS മിഷണർമാർക്കും മറ്റ് മിഷണർമാർക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ വിട്ടിട്ട് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നതുകൊണ്ട് അസൗകര്യങ്ങളുടെ പേരിൽ വരികയില്ല എന്ന് പറഞ്ഞെങ്കിലും ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ പ്രത്യേക താല്പര്യത്തിൻ്റെ പേരിൽ ഇവിടെ വരികയും തുടർ നടപടികൾക്ക് വേണ്ടി ആശാന്മാരെയും അതുപോലെ തന്നെ മറ്റ് പഠിപ്പിക്കാനുള്ള പ്രത്യേക ആൾക്കാരെ ഇവിടെ നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്കിവിടെ ഒരു സഭ സ്ഥാപിതമായത്. നമ്മുടെ പിതാക്കന്മാർ ഇവിടെ പോയത് അവരെ വിദ്യ അഭ്യസിപ്പിക്കണം, അറിവ് നൽകണം, ആത്മീയമായി അവർക്കുണ്ടായിരുന്ന അനേകമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. അതിനുവേണ്ടി അവർ പറഞ്ഞു, ഇവിടെ വന്നു. ഇന്ന് കാണുന്ന എല്ലാവിധമായ വികസനങ്ങൾക്കും കാരണമായി തീർന്നത് ആ ഒരു അക്ഷരാഭ്യാസമാണ്, വിദ്യാഭ്യാസമാണ് എന്ന് നമ്മൾ മറന്നു പോകാൻ. അവരൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, അറിവ് പകർന്നു കൊടുക്കുക മാത്രമല്ല, അത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ സത്യവിശ്വാസത്തോട് ചേർത്താണ് അവർ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ അറിവോടുകൂടി ഈശ്വരവിശ്വാസം കൂടെ അവർ നൽകിയിരുന്നു. അതിനാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം ആ കാലഘട്ടങ്ങളിൽ ലഭിച്ചു. അത് നമ്മുടെ ജനസമൂഹത്തിൽ വളരെ വലിയ വ്യത്യാസമുണ്ടാക്കി എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രധാനപ്പെട്ട അതിഥി, എത്രയും ബഹുമാനമുള്ള നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ VN വാസവൻ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ആഗതനായിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ സാറിനെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നിൽക്കുന്നവർക്ക് ഇവിടെ ഫ്രണ്ടിൽ പുരുഷന്മാരിരിക്കുന്ന ഭാഗത്ത് സീറ്റുകളുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളിരിക്കുന്ന ഭാഗത്തും സീറ്റുകളുണ്ട് എന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കട്ടെ. മുമ്പോട്ട് കടന്നു വന്ന് ഇരിക്കാവുന്ന സീറ്റുകളിൽ, കസേരകളിൽ ഇരിക്കാവുന്നതാണ്. നമ്മുടെ മധ്യയെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കിൻ്റെ നടുവിൽ എത്രയും ബഹുമാന്യനായ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VM വാസവൻ സാറ് സന്നിഹിതനായിട്ടുണ്ട്. ഞാൻ മഹാരുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഒരു വാക്കിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം പിന്നീട് അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നതാണ് നിങ്ങൾ ഓർപ്പിക്കട്ടെ. അന്ന് അറിവിനോട് ചേർന്ന് അല്ലെങ്കിൽ ദൈവഭക്തിയോട് ചേർത്ത് ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് നമ്മിൽ ഉണ്ടായിരുന്ന ഒത്തിരി ദുസ്വഭാവങ്ങളെ മാറ്റുവാൻ അത്തരം വിദ്യാഭ്യാസത്തിനിടയായി തീർന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും, അക്രമവാസന ജനങ്ങളുടെ ഇടയിൽ കൂടുന്നു എന്ന് പറഞ്ഞാൽ പുത്തൻ തലമുറയിൽ അപ്രകാരമുള്ള അക്രമവാസനകൾ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പലപ്പോഴും നമുക്ക് ഭീതി തോന്നുന്ന രീതിയിലാണ് വാർത്തകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ അറിവിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, എഡ്യൂക്കേഷൻ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ന്യായമായിട്ടും ഇപ്രകാരമുള്ള യാതൊരുവിധമായ അക്രമ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള ആത്മഹത്യാ പ്രവണതകളൊന്നും പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ ഇല്ലാതെ പോകേണ്ടതാണ്. കാരണം അത്രയും അറിവുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. എങ്കിലും അറിവ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ, വിദ്യാഭ്യാസത്തിൽ മികച്ചു നിൽക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ ഇപ്രകാരമുള്ള മനുഷ്യനെ തന്നെ നശിപ്പിക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതിന് തടയിടേണ്ട കാലം അത് വളരെ വൈകി എന്ന് പറയാൻ തരമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അറിവ് വർദ്ധിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതോടുകൂടി അവർക്ക് മൂല്യബോധവും കൂടെ പറഞ്ഞു കൊടുക്കുകയും ഒരു സമൂഹത്തിൽ എപ്രകാരം ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞ രീതിയിൽ ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു കുടുംബത്തിൽ അവൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള അറിവും കൂടെ പറഞ്ഞു കൊടുത്താൽ ഒരു പക്ഷേ ഇപ്രകാരമുള്ള മനുഷ്യൻ്റെ അവനവനെ തന്നെ നശിപ്പിക്കുന്ന പ്രവണതകളിൽ നിന്ന്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന പ്രവണതകളിൽ നിന്ന് മാറാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. അതിന് ഒരാൾ മാത്രമോ ഒരു സമൂഹം മാത്രമോ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. നാം എല്ലാവരും കേരള സമൂഹം ഒന്നടങ്കം അതിനുവേണ്ടി അധ്വാനിക്കേണ്ടതാണ്, അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്രകാരമുള്ള പ്രവണതകൾ ഇനിയും കൂടി വരും എന്നുള്ളതിന് തർക്കമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ അന്ന് 175 വർഷം 176 വർഷങ്ങൾക്ക് മുമ്പ് അറിവ് നൽകുന്നപ്പോൾ, വിദ്യാഭ്യാസം നൽകിയപ്പോൾ അവർ വിശുദ്ധ വേദപുസ്തകം കൂടെ അവർ ചേർത്ത് അവരെ പഠിപ്പിച്ചു. അവർക്കത് അന്ന് ആവശ്യമായിരുന്നു. അവരുടെ അന്നത്തെ പിതാക്കന്മാർ ആവശ്യപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അതായിരുന്നു, ഞങ്ങളുടെ ആളുകൾ ഇവിടെ മരിക്കുന്നു, അവരടക്കപ്പെടുന്നു, അവരുടെ ആത്മാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. അത് ആത്മീക വശമാണ്. മറ്റൊന്ന് അവർക്ക് അറിവ് കൊടുക്കണമെന്നുള്ളതായിരുന്നു. അത് അവർക്ക് കിട്ടി. വേറൊരു ആവശ്യം പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ യാതൊരുവിധമായ മറ്റ് സഹായങ്ങളും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. അത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇവിടെ നിന്ന് പലതവണ പോയി, 1 തവണ പോയി, 2 തവണ പോയി, 3 തവണ പോയി, 4 തവണ പോയി, 5-ാം തവണ ചെന്നപ്പോഴും ഇങ്ങോട്ട് അവർ വരുന്നില്ല എന്നുള്ള ഒരു കാര്യം പിതാക്കന്മാർ മനസ്സിലാക്കിയുള്ള അവർക്കൊരു സംശയം തോന്നി. ഇത് ആ പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പോലെ അല്ലെങ്കിൽ ചെയ്യുന്ന സഹായങ്ങൾ പോലെ ഇവിടെയും ചെയ്യണമെന്ന് പറയാനാണ് അവർ വന്നത് എന്നൊരു തോന്നൽ അവർക്കായിപ്പോയി. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ചോദിക്കാനല്ല ഞങ്ങൾ വന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റു കാര്യങ്ങളോ സമ്പത്തോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം അത് ധാരാളം ഇവിടെ ഉണ്ട്, അതിവിടെ ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് അറിവാണ്, ഞങ്ങൾക്ക് വേണ്ടത് അറിവാണ്. ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കണം. അതിനുവേണ്ടി അത് പഠിപ്പിക്കാൻ സായിപ്പ് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ കാര്യങ്ങളുണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. സാരം എന്ന് പറയുന്നത്, അവരുടെ സംശയങ്ങൾ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, അറിവ് കിട്ടണം. ഒന്ന് അറിവ് കിട്ടിയാൽ ഇങ്ങനെ ഒരു പുരോഗതി ഉണ്ടാവുമെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതിന് മുമ്പ് അങ്ങനെ കാര്യങ്ങൾ അവർക്ക് അറിവ് കിട്ടിയിരിക്കണം. തക്ക സമയത്ത് അവർ പോയി ഇവിടെ വന്നു. ആ കൂട്ടത്തിൽ ചോദിച്ച ആത്മീയമായ മരണാനന്തരം ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ആ ചോദ്യത്തിന് അവരതിനും ഉത്തരം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പഠിപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരു സഭ സ്ഥാപിതമായി, അതോടൊപ്പം തന്നെയോ അതിന് മുമ്പോ ഒരു സ്കൂൾ സ്ഥാപിതമായി. നമുക്കറിയാം, നമുക്കിവിടെ ഒരു സ്കൂളുണ്ട്.
അതിന് ഒരുപക്ഷെ 50 വർഷത്തെ ചരിത്രം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിനു മുമ്പും ആ സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം നമ്മൾ മറന്നു പോകരുത്. ഏറ്റുമാനൂർ തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ ആളുകൾ ആനയും കാട്ടുമൃഗങ്ങളെയും പേടിച്ച് മരങ്ങളിൽ വീടുകൾ വെച്ച് ഏറുമാടത്തിൽ താമസിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ ആരംഭിച്ചെന്നാണ് ചരിത്രം. ഓർത്താൽ മതി എന്തുമാത്രം പഴക്കമാണ് ഇവിടെ വിദ്യാഭ്യാസത്തിന് ഉണ്ടത് എന്ന്. കാരണം താഴ്വാരങ്ങളിൽ അങ്ങനെ ആ കാലങ്ങളിൽ ജനവാസം ഇല്ല, വനമാണ്, ആൾക്കാർക്ക് താമസിക്കാനോ പറ്റത്തില്ല. അതിനുശേഷമാണ് പിന്നെയുള്ള ചരിത്രം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അന്നത്തെ ചരിത്രം നമുക്കറിയത്തില്ല. അന്ന് ജനവാസമുള്ളത് മലമുകളിൽ മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മലമുകളിൽ സുരക്ഷിതമായിട്ട് ആൾക്കാർക്ക് താമസിക്കാൻ സാധിക്കും. വന്യമൃഗങ്ങളിൽ നിന്നും മറ്റ് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെയും ഭീഷണിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ, സുരക്ഷിതമായി താമസിക്കാൻ. മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ശത്രുക്കൾ വന്നാൽ അവരെ നേരിട്ട് ആക്രമിക്കാൻ വളരെ എളുപ്പമാണ് മുകളിൽ താമസിക്കുന്നവർ. അപ്പോൾ ഒരു കൂട്ടമായിട്ട് വരാൻ പറ്റത്തില്ല. വളരെ ചെറിയ ആൾക്കാരോട് കൂടി വരുമ്പോൾ നിഷ്പ്രയാസം അവരെ കീഴ്പ്പെടുത്താനും ഇവരെ സുരക്ഷിതമായി നിർത്താനും സാധിക്കും. അങ്ങനെയാണ് മലമുകളിൽ, ഇവിടെ മാത്രമല്ല പലയിടങ്ങളിലും മലമുകളിൽ ആളുകൾ താമസം ഉറപ്പിച്ചത് എന്ന് നമ്മൾ മറന്നുപോകും. അതൊക്കെ ചരിത്രമാണ്. അതിന് ശേഷമുള്ള ചരിത്രം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും അജ്ഞാതമാണ്. ഇവിടെ നമുക്കറിയാം, വാളകത്ത് ഇവിടുന്ന് പഴയ രാജപാതയുടെ കുറേ ഭാഗങ്ങളൊക്കെ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം അന്ന് ഇവിടെ അത് ആൾക്കാരുള്ളൂ, അതുകൊണ്ടാണ് ആ പാതകളൊക്കെ ഇങ്ങോട്ട് വന്നത്. മധുരയ്ക്കും അതുപോലെ തന്നെ ചെന്നൈക്കുമൊക്കെ അല്ലെങ്കിൽ മദ്രാസിനൊക്കെയും പോകേണ്ട നടപ്പ് പാതകളെല്ലാം, മെയിൻ റോഡിലേക്ക് എത്തിച്ചേരുന്ന പാതകളെല്ലാം പോയിക്കൊണ്ടിരുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട പാത ഇരുമാപ്ര വഴി ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അതിനുശേഷം ആ ഒരു ടെമ്പോ, നമ്മുടെ സാധാരണ ഇന്നത്തെ ഭാഷ ടെമ്പോ നിലനിർത്താൻ നമുക്ക് പറ്റിയില്ല. ഇന്നും നമ്മുടെ സ്കൂൾ എൽ പി സ്കൂളാണ് യു പി സ്കൂളാണ് നിൽക്കുന്നു എന്നാണ് അതിനർത്ഥം. ചുറ്റുപാടും ആളുകൾ താമസം വന്നു, കുടിയേറ്റമുണ്ടായി, വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ചുറ്റുപാടുകളിൽ വർദ്ധിച്ചു. താഴ്വാരങ്ങളിൽ ഇവിടെ വന്ന് പഠിച്ച കുട്ടികൾ അവർക്ക് സൗകര്യപ്രദമായ സ്കൂളുകൾ ഉണ്ടായപ്പോൾ അവർ അതാത് സ്ഥലങ്ങളിൽ സ്കൂളിലേക്ക് പോയി. ഇപ്രകാരമുള്ള സ്കൂളുകൾക്ക് വലിയ പുരോഗതി ഉണ്ടായില്ല. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇന്ന് നമ്മൾ ഇത്രത്തോളം നിൽക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു ചരിത്രമാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറയുന്നത് നമ്മളെ നല്ല സ്വഭാവത്തിന് ഉടമകളായിട്ട് തീർക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് മലമുകളിൽ താമസിച്ച അന്നത്തെ നമ്മുടെ പിതാക്കന്മാർ എന്ന് മറന്നു പോകരുത്. പ്രത്യാക്രമണങ്ങൾ അവർ അതിന് തയ്യാറെടുത്തു എന്നാണ് ചരിത്രം. അവരെ ഉപദ്രവം കൂടി വന്നപ്പോൾ അവർ തിരിച്ചാക്രമിക്കാനും അവർ ശ്രമിച്ചിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പ് അവർക്ക് അറിയാമായിരുന്നു, അവർ ചെയ്യാൻ തുടങ്ങിയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ദൈവം തൻ്റെ സ്നേഹം ഈ പ്രദേശത്തെ മേൽ ചൊരിഞ്ഞപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകണം തോന്നിയവർക്ക് അറിവ് കിട്ടി. അവർ അങ്ങോട്ട് പോയി. അക്രമം നടത്താനല്ല, അതിനുവേണ്ടി ആൾക്കാരെ സംഘടിപ്പിക്കാനല്ല അവർ പോയത്. അവർ അറിവ് കിട്ടിയാൽ, വിദ്യാഭ്യാസം കിട്ടിയാൽ ഇതിന് മാറ്റം വരും, അല്ലാതെ മാറ്റം വരത്തില്ല എന്ന് അവർ മനസ്സിലാക്കി. ആ അറിവ് അവർക്ക് ലഭിച്ചു. ഇന്ന് നാം കാണുന്ന ഞാനിവിടെ നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം ഇന്നേക്ക് 176 വർഷം മുമ്പ് നമ്മുടെ പിതാക്കന്മാരെടുത്ത അതിധീരമായ ആ തീരുമാനത്തിന് പശ്ചാത്തലമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് അതോർത്തെല്ലാം ദൈവത്തെ സ്തുതിക്കുവാനും ബോധപ്പെടുത്തുവാനും ആകുന്നു ഈ ജൂബിലി, സപ്തരജത ജൂബിലി നമ്മൾ ഇവിടെ കൊണ്ടാടുന്നു. ഒന്ന്, വളരെ ഈ പ്രോഗ്രാമിനെ, പ്രത്യേകിച്ച് ഈ സമ്മേളനത്തെ വളരെ അർത്ഥവത്താക്കി തീർക്കുന്ന, സമ്പുഷ്ടമാക്കി തീർക്കുന്ന, അതിന് കടന്നു വന്ന വിവിധ രാഷ്ട്രീയ, സാമുദായിക, മതപരമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരെ ഓർത്ത്, നമുക്ക് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്ന സമയം അല്പം അധികം വൈകിയാണ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ 176ാമത് റവറൻ ഹെൻറി ബേക്കർ ജൂനിയർ പെരുന്നാളും രജത ജൂബിലി സമാപനവും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഇത്രയും ബഹുമാനായ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VM വാസവൻ സാർ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് പറയേണ്ടതില്ല. ഈ പ്രദേശങ്ങളിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ആകമാനമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ വളരെ മുന്നിട്ട് നിൽക്കുവാൻ, പ്രവർത്തിപ്പാൻ ബഹുമാനായ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ സാറിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വളരെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയും ചെയ്യും.
സപ്തരജത ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ശ്രീ VN വാസവൻ സാറിനെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന തിരുമേനി, വേദിയിലെ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരായ മറ്റ് ജനപ്രതിനിധികളെ, സദസ്സിലെ ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, 176ാമത് റവറൻ ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ പെരുന്നാളും അതോടൊപ്പം തന്നെ സപ്തരജത ജൂബിലി സമാപന സമ്മേളനവുമാണ് ഇന്നിവിടെ അഭിവന്ദ്യനായ തിരുമേനിയുടെ അധ്യക്ഷതയിൽ നടക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോട്ടയം കേന്ദ്രീകരിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ആദ്യം അവസരമുണ്ടാക്കിയത് CMS കോളേജാണ്. ആ CMS കോളേജ് സ്ഥാപിതമായത് CSI നമുക്കെല്ലാം അറിയാവുന്ന പോലെ മിഷണറിമാരാൽ സ്ഥാപിക്കപ്പെട്ടത്. കോട്ടയത്തുള്ള ബേക്കർ സ്കൂൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത്തരത്തിൽ സ്ഥാപിതമായതാണ്. ചുരുക്കത്തിൽ മധ്യ തിരുവിതാംകൂറിൽ കാണുന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം എടുത്താൽ അതിൻ്റെ പിന്നിൽ ഈ മിഷണറിമാരും ബേക്കർ സാഹിബിനെ പോലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുടെയുമെല്ലാം വലിയ രൂപത്തിലുള്ള ഇടപെടലും സംഭാവനകളുമാണ് എന്ന് കാണാൻ കഴിയും. ആ കാലഘട്ടത്തിൽ മേലുകാവിൽ ഈ പ്രദേശത്തെത്തി സഞ്ചാരയോഗ്യമായ പാതകളോ കടന്നു വരാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപിതമായ വഴികളോ ഒന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ കുതിരപ്പുറത്ത് ഈ പ്രദേശത്തെത്തി ഇത്തരമൊരു പ്രദേശം ഭാവി എങ്ങനെ വളർന്നു വരണമെന്ന് സംബന്ധിച്ച ദിശാബോധം പകർന്ന് ഇവിടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ആ വലിയ വീക്ഷണവും കാഴ്ചപ്പാടുമാണ് ഈ പ്രദേശത്തിൻ്റെ വികാസ പ്രക്രിയയ്ക്ക് ചാലകശക്തിയായി രൂപാന്തരപ്പെട്ടത്. അന്ന് തുടങ്ങി ഇവിടെ കേന്ദ്രീകരിച്ചുള്ള ആ പ്രവർത്തനങ്ങൾ ഏറ്റവും പിന്നോക്കം നിന്ന മലയോര പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും പുരോഗതിയിലേക്ക് നയിക്കുവാൻ ആ മിഷണറിമാരുടെ ദൗത്യം ഏറെ സഹായകരമായി മാറി എന്നതാണ് വർത്തമാന കാലഘട്ടത്തിൽ നമുക്കിന്ന് അഭിമാനത്തോടെ തലയുയർത്തി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ സംജാതമായത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം നമുക്ക് ഭൂമിശാസ്ത്രപരമായി കടന്നു വരാൻ പ്രായോഗികമായി പല ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്നത് പല രൂപത്തിൽ പരിഹരിക്കപ്പെട്ട് സഞ്ചാരയോഗ്യമായ പാതകളും ഒപ്പം നിരനിബിഡമായ പല പ്രദേശങ്ങളും വളർന്നു വരാനും അവരുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികമായ ഉയർച്ച ഉറപ്പാക്കാനും കഴിയുന്ന പശ്ചാത്തല സൗകര്യങ്ങളുടെ വിപുലീകരണം കാലോചിതമായി വന്നുകൊണ്ടിരിക്കുകയാണ്. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധാപൂർവമായ സമീപനങ്ങളുടെ ഭാഗമായി അത്തരത്തിൽ മുന്നോട്ട് വരുമ്പോൾ നിശ്ചയമായും നമുക്ക് ഇത്തരമൊരു വികസനത്തിനും പുരോഗതിക്കും ശിലയിട്ട നമ്മുടെ ഏറ്റവും പൂർവികന്മാരായിട്ടുള്ള എല്ലാ വലിയ രൂപത്തിലുള്ള മതമേലധ്യക്ഷന്മാരെയും ഒപ്പം സ്ഥാപക രംഗത്ത് മുന്നോട്ട് വന്ന ഹെൻറി ബേക്കർ ജൂനിയറിനെയും അനുസ്മരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും. അതിവിടെയായിരുന്നാലും ഇപ്പോൾ ഞാൻ വരുന്ന കോട്ടയം അക്ഷരനഗരി, അവിടെ ജനപ്രതിനിധിയായി ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ അക്ഷരനഗരിയാക്കി മാറ്റുന്ന രംഗത്ത് വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു സഭയേതെന്ന് ചോദിച്ചാൽ അത് CSI സഭയാണെന്ന് ഒരു തരത്തിലുള്ള തർക്കവും കൂടാതെ ഞങ്ങൾ മറുപടി പറയും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ കോട്ടയത്ത് വന്നാൽ അവിടെ നിങ്ങൾക്കറിയാം മനോഹരമായ ബിൽഡിങ്ങുകൾ, അതേപോലെ സഞ്ചാരയോഗ്യമായ പാതകളുടെ വിപുലീകരണങ്ങൾ, വിവിധ തരത്തിലുള്ള പൊതുപ്രസ്ഥാനങ്ങൾക്ക് സ്ഥലം നൽകൽ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച CMS കോളേജ് ഉൾപ്പെടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നുവരവ്, ഇതെല്ലാം യഥാർത്ഥത്തിൽ CSI മിഷണറിമാരുടെ കടന്നുവരവും അതിനെ തുടർന്നുണ്ടായ സഭയുടെ ഇടപെടലും വിപുലീകരണവും തന്നെയാണ്.
ഇപ്പോൾ CMS കോളേജിൽ തന്നെ ബെഞ്ചമിൻ ബെയ്ലി മ്യൂസിയമുണ്ട്. ബെഞ്ചമിൻ ബെയ്ലി മ്യൂസിയം സ്ഥാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ 1821 കോട്ടയത്ത് അക്ഷരം നിരക്കുന്ന അച്ചുകൾ വന്നു എന്ന് പറഞ്ഞാൽ അതിന് നേരെ അവകാശികൾ ഈ മിഷണറിമാർ കൊണ്ടുവന്ന വിദേശ നിർമ്മിതമായ അക്ഷരങ്ങൾ ഇവിടെ വന്ന് പരുവപ്പെടുത്തിയെടുത്ത് സ്ഥാപിച്ചതാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കോട്ടയത്തിന് അക്ഷരനഗരി എന്ന പേര് കിട്ടിയെന്ന കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ഞാൻ ഈ സൂചിപ്പിച്ച 1821 പ്രസ് സ്ഥാപിച്ചുകൊണ്ട് അക്ഷരാഭ്യാസത്തിലേക്കും അച്ചടിയിലേക്കും വന്ന സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം എന്ന രൂപത്തിലേക്ക്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കോട്ടയത്തെ അക്ഷരനഗരി എന്ന് വിളിക്കാനിട വരുന്നത്. അപ്പോൾ അക്ഷരനഗരി എന്ന പേര് കോട്ടയത്ത് തന്നെ സമ്പാദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് പേര് ലഭിക്കാൻ ഇടവന്ന സാഹചര്യങ്ങൾ സംജാതമായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിശ്ചയമായും അതിനും ഉത്തരം ഈ മിഷണറിമാരുടെ വരവും അവരുടെ പ്രവർത്തനവുമാണ് എന്നേറെ അഭിമാനത്തോടെ നമ്മൾ ചൂണ്ടിക്കാണിക്കും. അതിനുശേഷമാണ് പിന്നീട് 1846 മാന്നാനത്ത് ചാവറയച്ചൻ സാറി തിരുനാളിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്ന പ്രസ്സും മറ്റ് സ്ഥാപനങ്ങളുമെല്ലാം വരുന്നത്. അപ്പോൾ ഈ രംഗത്ത് അച്ചടിയും അതോടൊപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും നമുക്ക് ലഭിക്കാൻ ഇടവന്നത് നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെയും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളെയും പുരോഗതിയുടെ നിദാനമായി മാറി എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പൈതൃകം മറ്റൊരു സഭയ്ക്കും അവകാശപ്പെടാനില്ല. അത് CSI സഭയ്ക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല. അതുതന്നെയാണ് നമ്മുടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് വരാനിട വരുന്ന സാഹചര്യം ഒരുക്കിയതും. ഇവിടെ ബേക്കർസ് ജൂനിയർ സാഹിബ് ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ പുതിയതായി ആരംഭിക്കാൻ അദ്ദേഹം ലക്ഷ്യമിട്ട പുരോഗമനപരമായ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ രംഗത്തെ മേൽക്കൈയും ഒക്കെ നേടാനുള്ള അവസരം ഒരുക്കിയെടുത്തു. അത്തരത്തിൽ നമ്മുടെ നാടിന് വലിയ രൂപത്തിലുള്ള സംഭാവന നൽകിയ ആ മിഷണറിമാരുടെ പ്രവർത്തനത്തെ നമുക്ക് ചരിത്രയേടുകളിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അവരെ അനുസ്മരിക്കാം. അത് 176ാമത് വർഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാലവും ചരിത്രമുള്ള ഒരു കാലം ഈ മഹത്തായ സംഭാവനകളെ ആരും നിഷേധിക്കാൻ കഴിയാതെ അത് തെളിമയോടുകൂടി തന്നെ നിൽക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഈ രംഗത്ത് അന്ന് മുതൽ നാം ഈ പ്രദേശം ഉൾപ്പെടെ പുരോഗതിയിലേക്ക് വരാൻ അടിത്തറവാക്കിക്കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ന് വിവിധ തരത്തിലുള്ള നമ്മുടെ മതമേലധ്യക്ഷന്മാർ ഈ മേഖലയിൽ ചുമതലയേറ്റ് പ്രവർത്തിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവരും മൺമറഞ്ഞവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും വർത്തമാന കാലഘട്ടത്തിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിനന്ദനായ ഫ്രാൻസിസ് തിരുമേനിയുമെല്ലാം ഈ പ്രവർത്തനങ്ങളിൽ ഇന്നും വ്യാപൃതരായി ഈ മേഖലയുടെ വളർച്ചയും വികാസവും അതോടൊപ്പം തന്നെ നമ്മെ ആകെ നയിച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് നീങ്ങുന്ന പൊതു സാഹചര്യവും നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഈ സപ്ത രജത ജൂബിലി സമാപനം നടക്കുന്നതും പെരുന്നാൾ നടക്കുന്നതുമെല്ലാം. ഈ കാലഘട്ടം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഗൗരവമേറിയ ഒരു പ്രശ്നത്തിലേക്ക് വരാൻ ചൂണ്ടിക്കൊണ്ടാണ് അഭിനന്ദനായ തിരുമേനി ഞാൻ വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെ സംബന്ധിച്ചാണ്. നാം വിദ്യാഭ്യാസ രംഗത്തും സാക്ഷരതയുടെ രംഗത്തും മറ്റ് മേഖലകളിലും പുരോഗതികൾ കൈവരിച്ചുകൊണ്ട് കേരളം ഇന്ത്യക്ക് മാതൃകയായി നിലനിൽക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യപരിപാലന രംഗത്ത്, സുസ്ഥിര ഭരണരംഗത്ത്, അതേപോലെ തന്നെ ഭവന നിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്നു. പെൻഷൻ്റെ രംഗത്ത്, സാമൂഹ്യ സുരക്ഷാ നടപടികൾ എല്ലാത്തിലും നാം മുന്നിട്ട് നിൽക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന അപജയങ്ങൾ സമൂഹത്തിലെ ഒറ്റപ്പെട്ടതെങ്കിലും ഇന്നത് സാമാന്യവൽക്കരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ചില സംഭവ പരമ്പരകൾ തന്നെ വരികയാണ്. പ്രത്യേകിച്ചും യൗവനങ്ങൾ. ആ യൗവനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ വഴിച്ചാല് പൊതുവിലെടുക്കുമ്പോൾ ട്രാക്ക് തെറ്റി മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം വരും. പെറ്റതള്ളയെ 10 മാസം നൊന്ത് പ്രസവിച്ച പെറ്റതള്ളയെ കഴുത്തറുത്ത് കൊല്ലുന്നതിനോ തലക്കടിച്ച് കൊലപ്പെടുന്നതിനോ ഒരു മകന് ഒരു വിഷമമില്ലാത്ത മാനസികാവസ്ഥയിലോട്ട് എത്തുന്നു. അരഡസനോളം ആളുകളെ കൊലപ്പെടുത്താനുള്ള മാനസികാവസ്ഥയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ചെന്നെത്തുന്നു എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത്? നമ്മളെ ഭയപ്പെടുത്തുന്നു, ഭീതിപ്പെടുത്തുന്നു. ഉറ്റവരെയും ഉടയവരെയും വീട്ടിലുള്ളവരെയൊക്കെ തന്നെ അത്തരത്തിൽ വകവരുത്തണമെന്ന ബോധം എങ്ങനെയാണ് ഉടലെടുക്കുന്നത്? മറ്റൊന്ന്, നമ്മുടെ ചെറുപ്പക്കാരിൽ വന്നുകൊണ്ടിരിക്കുന്ന അപജയങ്ങൾ, പ്രധാനമായും ലഹരിയുടെ വ്യാപനങ്ങൾ.
ആ ലഹരിയുടെ വ്യാപനങ്ങൾ ഉയർന്നു വരുന്ന മാനസികമായ അവസ്ഥയും ആ അവസ്ഥയിൽ ഉടലെടുക്കുന്ന അരാജകത്വവും ഒരധമ സംസ്കാരത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുന്ന അവസ്ഥയുടെ അവസാനത്തെ ദൃഷ്ടാന്തമാണ് ഇന്നലെ കോഴിക്കോടുണ്ടായ ഒരു ചെറുപ്പക്കാരനെ, അല്ലെങ്കിൽ ഒരു കൗമാരപ്രായക്കാരനെ, 4-5 കൗമാരപ്രായക്കാർ, അതും ഒരുമിച്ചൊരു ട്യൂഷൻ സെൻ്റർ പഠിക്കുന്നവർ ചേർന്ന് തലക്കിടിച്ചു കൊലപ്പെടുത്തി അത് മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കും. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, പലതായി വരുന്നു ഇത്തരത്തിൽ. അതിൽ ചില മേഖലകളിൽ പല രംഗത്ത് ലഹരി പദാർത്ഥങ്ങളുടെ കാരികന്മാരായി യുവതികൾ പോലും മുന്നോട്ട് വരുന്നു എന്നുള്ള സ്ഥിതിവിശേഷം വരികയാണ്. ചില സ്കൂളുകളിൽ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തകൾ ഉയർന്നു വരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ നാം വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സുരക്ഷാ നടപടികളിലും ആതുര സേവന രംഗത്തും അഭിമാനബോധത്തോടെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപജയങ്ങൾ നമുക്ക് പുഴുക്കുത്തുണ്ടാവണം. ഇത്തരത്തിൽ വളർന്നു വരുന്ന സംഭവ പരമ്പരകൾ നമ്മുടെ സമൂഹത്തിൽ വലിയ രൂപത്തിൽ വിഷമങ്ങൾ ഉണ്ടാകും. അവിടെ നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ തന്നെയായിരിക്കണം നമുക്ക് ഈ നല്ല സംസ്കാര സമ്പന്നമായ സാമൂഹ്യ സാഹചര്യം പരിവപ്പെടുത്തല്ലോ. കുടുംബാന്തരീക്ഷം ഒരു കുട്ടി പിറന്നു വീണ് ശൈശവദശയിൽ അത് പിച്ചവെച്ച് തുടങ്ങുമ്പോൾ മുതൽ അതിൻ്റെ കയ്യിൽ ഇന്ന് വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മൊബൈൽ കയ്യിൽ കിട്ടുകയാണ്. അത് പ്രയോജനപ്പെടുത്തി ബാല്യത്തിലേക്ക് എത്തുമ്പോൾ ആ കുട്ടി ആ മൊബൈലിനെ പ്രയോജനപ്പെടുത്തി സഞ്ചരിക്കേണ്ടാത്ത വഴികൾ കൂടിയൊക്കെ സഞ്ചരിക്കുന്നു. അതിനെ നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് ഒരുപാട് രൂപത്തിൽ മുന്നേറാം. പക്ഷേ പല രംഗത്തും അത് ട്രാക്ക് തെറ്റി മുന്നോട്ട് സഞ്ചരിക്കുന്ന രൂപത്തിലേക്ക് എത്തുമ്പോൾ ഒരധമ സംസ്കാരത്തിൻ്റെ ആവിർഭാവം അതിൽ കൂടി തന്നെ കടന്നു വരികയാണ്. അത് കുടുംബാന്തരീക്ഷങ്ങളിൽ അച്ഛനും അമ്മയും ഈ കാര്യത്തിൽ ശ്രദ്ധാപൂർവം ആ കുട്ടികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, വീക്ഷിച്ചില്ലെങ്കിൽ അവർ പല സന്ദർഭങ്ങളിലും ട്രാക്ക് തെറ്റി മറ്റ് പല രൂപത്തിലുള്ള തെറ്റായ വഴികളിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം വളർന്നു വരികയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള അധമ സംസ്കാരത്തിൻ്റെ വക്താക്കളും വളർന്നു വരികയാണ്. അങ്ങനെയുള്ള അധോലോക ശൃംഖലകളെയും ആ അധമ സംസ്കാരത്തിൻ്റെ വക്താക്കളെയും നമുക്ക് ആട്ടിപ്പകറ്റാൻ കഴിയണം, അവരെ അകറ്റി നിർത്താൻ കഴിയണം. സ്വന്തം കുടുംബാന്തരീക്ഷങ്ങളിൽ തന്നെ അച്ഛനും അമ്മയും ഈ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഗുരുക്കന്മാരാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് അധ്യാപകർ ആദ്യം ക്ലാസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ആ മാതാപിതാക്കന്മാരെ ദൈവതുല്യരായി കാണാൻ കഴിയണം മക്കൾക്ക്. അതേപോലെ തന്നെ ഗുരുക്കന്മാരെയും ആ രൂപത്തിൽ കാണാൻ കഴിയണം. അങ്ങനെയുള്ളൊരു സംസ്കാരം നമുക്ക് വളർന്നു വരണം. അത് ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിൽ എഴുതി പഠിപ്പിക്കുന്നതല്ല. കുടുംബാന്തരീക്ഷത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും പെരുമാറ്റം, മക്കളത് കണ്ടു വളരുന്ന രീതി, അതേതെങ്കിലും തരത്തിൽ വഴിതെറ്റിപ്പോയാൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ അങ്ങേയറ്റം വല്ലാത്തതായി മാറുകയാണ്. അത് പല രൂപത്തിലുള്ള ലഹരികളുടെ യാമനങ്ങളിലേക്ക് തടാൻ പോലും ഇടവരുന്നു. അതിന് വഴിയൊരുമിട്ടുകൂടാ കുടുംബാന്തരീക്ഷങ്ങൾ. ഞാനൊരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നു. 12,500 കുട്ടികളുള്ളൊരു സ്കൂളിൽ ഞാൻ രാവിലെ ഒരു കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോയി. ആ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുമ്പോൾ 2 കുട്ടികൾ ഛർദ്ദിക്കുന്നു. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും. എന്താണ് ഈ കുട്ടികൾ ഛർദ്ദിക്കുന്നു നോക്കാൻ അധ്യാപകരോടൊപ്പം ഞാനും പോയി. ഒരു കുട്ടിയെ ഞങ്ങൾ വായൊക്കെ കഴിച്ച് ചോദിച്ചു, ഈ രാവിലെ എന്താ കഴിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, അവൻ തന്നത് ഞാൻ കഴിച്ചു. അപ്പോൾ മറ്റവനെ വിളിച്ചേൽപ്പിച്ച് അവൻ്റെ വായൊക്കെ കഴുകിയിട്ട് അവനോട് ചോദിച്ചു, നീ എന്താ ഇവന് കൊടുത്തത്? അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ അമ്മ രാവിലെ കരിങ്ങാലി വെള്ളം കുപ്പിയിലുണ്ടാക്കി സ്കൂളിൽ കൊണ്ടുവന്നു. ഞാനത് പകുതി കമഴ്ത്തി കളഞ്ഞതിന് ശേഷം അച്ഛൻ ഇന്നലെ കുടിച്ചിട്ട് വെച്ച മദ്യക്കുപ്പി കട്ടിന് കീഴേ ഉണ്ടായിരുന്നു. അതിൽ നിന്നെടുത്ത് ബാക്കി ഫില്ല് ചെയ്തു. ഇന്ന് കലോത്സവമാണല്ലോ, ഒന്ന് മിനുങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അവനും കൊടുത്തു, ഞാനും കുടിച്ചു, 2 പേരും വാള് വെച്ചു. അപ്പം സാറ് രോക്ഷാകുലനായി. ഇവനെ ഇപ്പം തന്നെ അവൻ്റെ അച്ഛൻ്റെ ഒരിക്കൽ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, വേണ്ട സാർ. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കുട്ടിയല്ല തെറ്റുകാരൻ. അച്ഛൻ 4 തെറ്റ് ചെയ്തുകൊണ്ടാണ് കുട്ടി ഒരു തെറ്റിലേക്ക് വന്നു. 1 അച്ഛൻ മദ്യപിച്ചത് തെറ്റ്, 2 വീട്ടിൽ കൊണ്ടുവന്ന തെറ്റ്, 3 കുട്ടികളുടെ കാങ്കൽ കുടിച്ച തെറ്റ്, 4 കട്ടിനടി ബാക്കി വെച്ച തെറ്റ്. ഈ 4 തെറ്റ് അച്ഛൻ ചെയ്തപ്പോഴാണ് കുട്ടി ഈ ഒരു തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായത്. അപ്പോൾ എവിടെ നിന്ന് ആരംഭിക്കണം? നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആരംഭിക്കുന്ന കുടുംബാന്തരീക്ഷങ്ങളിൽ വേണം. അച്ഛനും അമ്മയും കുട്ടികൾക്ക് മാതൃകയാകണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, വാക്കുകൾ പ്രയോഗിക്കുന്നത്, സമീപനത്തിൻ്റെ ശൈലികൾ, ആശയങ്ങളുടെ കൈമാറ്റത്തിൻ്റെ രൂപങ്ങൾ, അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം, ഉറ്റവരും ഉടയവരും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ പവിത്രമായ രൂപത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അങ്ങനെ കുടുംബാന്തരീക്ഷത്തിൽ തന്നെ ആ പ്രയോഗം ഇല്ലെങ്കിലോ മറ്റൊരു രൂപത്തിലേക്ക് അത് ഡീവിയേറ്റ് ചെയ്യപ്പെടും.
അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല രൂപത്തിൽ പല ഘടകങ്ങളുണ്ട്, പല ഘടകങ്ങൾ. ഇപ്പോൾ സിനിമ പല രൂപത്തിൽ കുട്ടികളെ അറവ സംസ്കാരത്തിലേക്ക് ആനയിക്കാൻ സഹായിക്കുന്ന എത്രയോ സിനിമകൾ അധോലോക ശൃംഖലകളുടെ അഴിഞ്ഞാട്ടങ്ങൾ തന്നെ അവതരിപ്പിക്കുകയാണ്. ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിക്കുന്നു. 2016 ഡിസംബർ മാസം 16-ാം തീയതി ലോകം പൊട്ടിക്കരഞ്ഞ രൂപത്തിലുള്ളൊരു സംഭവമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയാണ് ആദ്യം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ കണ്ണു നിന്നതാക്കുന്നത്. സംഭവം മറ്റൊന്നുമായിരുന്നില്ല. ഒരു എലിമെൻ്ററി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി 28 പേരെ വെടിവെച്ചു കൊന്നു. 2 കൈയിൽ തോക്കുമായിരുന്നു. ഒബാമയെന്ന് പൊട്ടിക്കരഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ്. 28 പേരിൽ ആദ്യവും വെടിവെച്ചത് അവൻ്റെ പെറ്റതള്ളയാണ്. പെറ്റതള്ള എലിമെൻ്ററി സ്കൂളിലെ അധ്യാപിക. ആദ്യത്തെ വെടി അമ്മയ്ക്ക് നേരെയായിരുന്നു. തുടർന്ന് അവൻ ആ സ്കൂളിൽ പോയി 20 വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊന്നു, 8 ടീച്ചേഴ്സിനെ വെടിവെച്ചു കൊന്നു. അവൻ്റെ പേര് ആദം. പത്രങ്ങളിൽ വന്നത് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് അവൻ ഇതിലേക്ക് വന്നത് എന്ന പ്രേരണ. ഒരു പ്രേരണ അവൻ കണ്ട ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. ആ ഇംഗ്ലീഷ് സിനിമയിൽ വില്ലൻ 2 കൈ തോക്കുമായി വന്ന് നിരവധി ആളുകളെ വെടിപിടിച്ചിരുന്ന രംഗം അവനെ സ്വാധീനിച്ചു. അവൻ്റെ അച്ഛനും അമ്മയും ഇവന് വേണ്ടത്ര പരിപാലന കൊടുക്കാതെ വന്നപ്പോൾ ഇവൻ പലപ്പോഴും ആയയുടെ സഹായത്തോടുകൂടി സ്കൂളിൽ പോകുന്നു. ബസ്സിൽ കൊണ്ടുവിടുന്നതായ വീട്ടിൽ വന്നാലായ അച്ഛൻ ബിസിനസ്മാൻ പറന്ന് നടന്ന് ബിസിനസ് ഫ്ലൈറ്റിൽ നടന്ന്, അമ്മ സ്കൂളിൽ പോകുന്നു, ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവാത്സല്യങ്ങൾ ആ വിദ്യാർത്ഥിക്ക് ലഭിക്കാതെ പോയ അവൻ്റെ മനസ്സും അതോടൊപ്പം തന്നെ മറ്റു ചില കുട്ടികൾക്ക് അത് ലഭിക്കുന്നത് കാണുമ്പോൾ ഇവനിലുണ്ടായ അച്ഛനമ്മമാരോടുള്ള പ്രതികാരബോധവും വൈര്യനിര്യാതന ബുദ്ധിയായി രൂപാന്തരപ്പെട്ടു. ആ വൈര്യനിര്യാതന ബുദ്ധിയായി രൂപാന്തരപ്പെട്ടതാണ് പ്രതികാരബോധമായി വരുന്നത്. അതിന് വഴിവരുന്ന രൂപത്തിലേക്ക് സിനിമ സഹായകമായി. അപ്പോൾ അവൻ അച്ഛൻ്റെ തോക്ക് പൊട്ടിച്ചു. 2 തോക്ക് പൊട്ടിച്ചിട്ടതുകൊണ്ടാണ് ഈ പ്രവൃത്തി. അച്ഛൻ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കുട്ടിയെ സ്നേഹവാത്സല്യത്തോടു കൂടി പരിഗണന കൊടുത്തില്ല. 2 കുട്ടികളുടെ കാങ്കൽ തോക്ക് വയ്ക്കുന്ന അവസ്ഥ. ഈ രംഗത്ത് ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകും. അപ്പോൾ സൂക്ഷിക്കേണ്ടത് ഏതെല്ലാം തരത്തിലെന്ന കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്. അതീവ ജാഗ്രതയോടുകൂടി പുതിയ തലമുറയെ വളർത്തുന്ന രംഗത്ത് രക്ഷകർത്താക്കൾ അതീവ ഗൗരവത്തോടുകൂടി മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്. അഭിനന്ദനായ തിരുമേനി അതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ മറ്റു വിശദാംശങ്ങൾ കൂടി സപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നിശ്ചയമായും ഈ കാലഘട്ടത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെ അകറ്റാൻ, സമ്പന്നമായൊരു സാംസ്കാരിക പാരമ്പര്യം പരുവപ്പെടുത്താൻ, മനുഷ്യർ തമ്മിലുള്ള പരസ്പര സ്നേഹവും ബഹുമാനവും വിശ്വാസവും നാം കരുത്തുറ്റതാക്കി മാറ്റാൻ നമ്മളിലെല്ലാം കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാവണം. അത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കഴിയില്ല, മറിച്ച് വിവേകം കൂടി ഉണ്ടാവണം. നമുക്ക് വിദ്യാഭ്യാസവും വിവേകവും രണ്ടാണ്. അറിവും തിരിച്ചറിവും രണ്ടാണ്. അറിവ് ഒരുപാട് ഒരുപാട് നമ്മൾ സയൻസും കണക്കും സിലബസും എല്ലാം പഠിച്ച ഒരുപാട് അറിവുണ്ട്. പക്ഷേ ഈ സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും എങ്ങനെ നമ്മൾ പെരുമാറണമെന്നും എങ്ങനെ മറ്റുള്ളവരെ സമീപിക്കണമെന്നും പരസ്പര സ്നേഹവും ബഹുമാനവും സൗഹൃദവും വീട്ടിലെ പവിത്രമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്നും എല്ലാം ആരും ഒരു സിലബസിൽ പഠിപ്പിക്കേണ്ടതല്ല. കുടുംബാന്തരീക്ഷങ്ങളിൽ തുടങ്ങി സമ്പന്നമായ ഒരു സാംസ്കാരിക പാരമ്പര്യം പരുവപ്പെടുത്തിയെടുത്ത് യഥാർത്ഥത്തിൽ നമ്മൾ അന്തർലീനമായി ഉയർന്നു വരേണ്ട ഏറ്റവും വലിയ വിവേകപൂർണമായ സമീപനമാണ്. അവിടെയാണ് തിരിച്ചറിവ് രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിശ്ചയമായും നമുക്ക് എല്ലാ തരത്തിലുള്ള ആത്മീയ ചിന്തകളിലും നമ്മളെല്ലാം ഇറങ്ങുമ്പോൾ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഇടപെടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ചർച്ചകളിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ ആത്മീയ ചൈതന്യത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ എല്ലാം ആനയിക്കണം. ആ കൂട്ടത്തിൽ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നാനാ മേഖലകളെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് ധാരണയും ഭാവനയും ദിശാബോധവും നൽകുന്ന രൂപത്തിലേക്ക് ഉയർന്നു വന്നുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാരെല്ലാം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അവരാദ്യമായി ആത്മീയ ചിന്തകളിലേക്ക് നമ്മളെ നയിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനത്തിൻ്റെ പാഞ്ചജന്യം മുഴക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഒരു നാടിൻ്റെ അടിസ്ഥാനപരമായ പുരോഗതിയിൽ ഏറ്റവും സുപ്രധാനമായ ഘടകമാണ് വിദ്യാഭ്യാസം. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ മിഷണറിമാർ നൽകിയ മഹത്തായ സംഭാവനകൾ, അതിൻ്റെ ഫലമാണ് നമ്മുടെ നാട് ഇന്ന് സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും സർവോപരി വിദ്യാഭ്യാസ രംഗത്തും നാം വളരാനിടണം. ലോകത്തെവിടെ ചെന്നാലും മനുഷ്യനുണ്ട്, മനുഷ്യനെവിടെയുണ്ടോ അവിടെ മലയാളിയുണ്ട്. അത് വരാനിടവന്നതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളാണ്. ആ നിലയിൽ നമ്മുടെ നാടിനെ ഈ തരത്തിലുള്ള പുരോഗതി ഉറപ്പാക്കാൻ ആ കാലഘട്ടത്തിൽ വന്ന ക്രിസ്ത്യൻ മിഷണറിമാരെല്ലാം പരിശ്രമിച്ചിരുന്നുവെങ്കിൽ പ്രത്യേകിച്ചും റവറൻഡ് ഹെൻറി ബേക്കർ ജൂനിയറിനെ പോലുള്ള ആളുകൾ ഈ മലയോര മേഖലയ്ക്ക് നൽകിയ
വിലപ്പെട്ട സംഭാവനകളും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും ഭാവനാസമ്പന്നവുമായ ഇടപെടലുമെല്ലാം ഈ ഗ്രാമത്തെ ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് നയിക്കാൻ ഇടവരുത്തിയ അടിസ്ഥാനപരമായ പ്രവർത്തനമായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ വരവും ആ വരവിൻ്റെ 175-ാം വാർഷികം ഉൾപ്പെടെ നമ്മളിവിടെ ഈ തിരുനാളാഘോഷവും എല്ലാം ഒരുമിച്ച് ചേർത്ത് മനോഹരമായ ഒരു പരിപാടിയാക്കി ഒരു വർഷക്കാലം നീണ്ടുനിന്ന വലിയ ആഘോഷ പരിപാടികൾക്ക് ഇന്ന് യവനിക വീഴുന്ന രൂപത്തിലാണ് നമ്മുടെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായ പങ്കുവഹിച്ച അഭിനന്ദനായ തിരുമേനിയും വൈദിക ശ്രേഷ്ഠരെയും മറ്റിതിൻ്റെ പള്ളി കമ്മിറ്റി ഭാരവാഹികളെയും സ്കൂൾ പ്രവർത്തകരെയുമെല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി 176-ാമത് റവറൻ ഹെൻറി ബേക്കർ ജൂനിയർ പെരുന്നാൾ സപ്താരഥ ജൂബിലി സമാപന സമ്മേളനവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. പ്രത്യേക ആദരവ്. സപ്തരചിത ജൂബിലി ഗാനം രചനയും സംഗീത സംവിധാനവും ഇവ നമുക്ക് വേണ്ടി നിർവഹിച്ചത് ബേക്കഡേൽ സഭാംഗമായ ശ്രീ ജോൺസൺ മാത്യു പെരുമ്പള്ളിയിൽ അവറുകളാണ്. ഉപഹാരം സ്വീകരിക്കുവാനായി ജോൺസൺ മാത്യു പെരുമ്പള്ളിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൊടുക്കാനായി മന്ത്രി VS വാസൻ സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. അടുത്തതായി ശ്രീ VN വാസവൻ സാറിനെ ആദരിക്കുന്നതിനായി നമ്മുടെ ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് തിരുമേനി ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു തിരുമേനി. ആശംസകൾ അറിയിക്കുന്നതിനായി ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈരാറ്റുപേട്ടയെ ക്ഷണിക്കുന്നു. ഇരുമാപ്ര സെൻറ്റ് പീറ്റേഴ്സ് CSI ചർച്ചിൻ്റെ 175-ാമത് ജൂബിലി സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത അലങ്കരിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് തിരുമേനി, ഇന്നത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായ ഏറ്റവും ബഹുമാനമുള്ള മിനിസ്റ്റർ VN വാസവൻ സാറ്, അനുഗ്രഹ പ്രഭാഷണം നടത്തി കടന്നുപോയ ഏറ്റവും ശ്രീ വാസവൻ സാർ നമ്മളുടെ സപ്തരചിത ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് കടന്നു പോകുന്നു. അദ്ദേഹം നൽകിയ നല്ല വാക്കുകൾക്കും അദ്ദേഹം നൽകിയ നല്ല നേതൃത്വങ്ങൾക്കും സെൻറ്റ് പീറ്റേഴ്സ് CSI സഭയുടെ എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ ഈ വേദിയിൽ നിന്ന് കടന്നുപോയ MP-മാർ, MLA, മൂന്നലം ഗ്രാമപഞ്ചായത്തിൻ്റെ അതിന് പ്രസിഡന്റ് ചാർലി ഐസക്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ ബിന്ദു സെബാസ്റ്റ്യൻ, വാർഡ് മെമ്പറായിരിക്കുന്ന ഷൈനി ബേബി, ഏറ്റവും സ്നേഹം നിറഞ്ഞ റെവറൻ ജിയോ ജോൺ നൈനാനച്ചൻ, ആൻഡ്രൂ സാറ്, സദസ്സിലായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഉദ്ഘാടന കർമ്മത്തിൽ നമ്മൾ കേട്ടതായ കാര്യങ്ങളെല്ലാം എത്രത്തോളം വലുതാണ്, നമ്മൾ എത്രമാത്രം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നിവിടെ കേട്ടത്. ഓരോരുത്തരും ഇവിടുന്ന് കടന്നുപോയ ഓരോ കാര്യങ്ങളും നമ്മുടെ ഈ CSI സഭയുടെ ചരിത്രത്തിൻ്റെ സുപ്രധാന നാഴികക്കല്ലായിട്ട് നമ്മുടെ സപ്തരചിത ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതൊന്ന് കഴിഞ്ഞുപോയ കാലങ്ങളെയും സാക്ഷ്യങ്ങളെയും
അതോടൊപ്പം ലക്ഷ്യങ്ങൾ എത്രമാത്രം വിജയത്തിലെത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കാനൊരു അവസരമാണ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും, മുഴുവൻ പേർക്കും തന്നെ ഇന്ന് വൈകിട്ടത്തെ ആരാധനയിലും എല്ലാത്തിലും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. 175 വർഷം മുൻപ് ഈ സഭ സ്ഥാപിതമാകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പോലും ഇന്ന് ഭൂമിയിലില്ല. എങ്കിലും അവരുടെ സാക്ഷ്യങ്ങളും ചരിത്രങ്ങളും അതോടൊപ്പം പല തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് ആ തലമുറയെ വിജയത്തിലെത്തിക്കുവാൻ നമുക്ക് ഈ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഈ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ജൂബിലിക്ക് ത്രിതല പഞ്ചായത്ത് മെമ്പർമാരായി ഞങ്ങളെയും സഹകരിക്കുന്നതിനെ കാണിച്ചതായ എല്ലാ സഹകരണത്തിനും പ്രത്യേകം ബെന്നച്ചനോടും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളോടും പ്രത്യേകം റോബിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ജൂബിലിക്ക് കടന്നു വന്ന വിവിധ ദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു മാം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് ശ്രീ ചാർലി ഐസക്, മൂന്നലൂർ അധ്യക്ഷൻ, ഏറെ ബഹുമാനായ CSI ഈസ്റ്റ് കേരള മഹായിടവകയുടെ തിരുവേനി ഫ്രാൻസിസ് ജോർജ് അവറുകൾ, വേദിയിലിരിക്കുന്ന ബഹുമാനിയായ വിരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ്, ഏറെ ബഹുമാന്യനായ ജിയോ നൈനാനച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബിന്ദു സെബാസ്റ്റ്യൻ, വേല ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി ബേബി, ശ്രീ റോബിൻ ഐസക്, KS ആൻഡ്രൂസ് അറയ്ക്കൽ, PG ജോൺസൺ പന്തക്കല്ല്, മറ്റ് ബഹുമാന്യരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, സമയത്തിൻ്റെ പരിമിതി മൂലം 1-2 കാര്യങ്ങൾ മാത്രം ആശംസയായി പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ പരിമിതപ്പെടുത്താം. എനിക്ക് മുൻപ് ഇവിടെ സംസാരിച്ച ജനപ്രതിനിധികളൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, 175 വർഷങ്ങൾക്ക് മുമ്പ് സ്വദേശീയരല്ലാത്ത വിദേശികൾ സുവിശേഷവുമായി നാട്ടിലെത്തി ഈ നാടിനെ സുവിശേഷവും അതോടൊപ്പം വിദ്യാഭ്യാസവും നൽകി എന്നുള്ളൊരു പ്രസ്താവനയാണ് പല ബഹുമാന്യരും പറഞ്ഞത്. പക്ഷെ വളരെ സന്തോഷത്തോടു കൂടി ശ്രവിക്കാൻ കഴിഞ്ഞത് പ്രിയ ഫ്രാൻസിസ് തിരുമേനിയുടെ വാക്കുകളാണ്. 175 വർഷങ്ങൾക്ക് മുമ്പ് ആർജവും ബോധവും ബോധ്യവുമുള്ള ഒരു വലിയ തലമുറ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നിന്ന് അവർ നടന്ന് കോട്ടയത്തിനടുത്ത് പള്ളത്തേക്ക് ചെന്ന് നമ്മുടെ ആവശ്യം പറഞ്ഞ് അത് നേടിയെടുത്തു എന്നുള്ളത്. 175 വർഷം പിന്നിടുത്ത ഈ സാഹചര്യത്തിൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്ന ആ ഒരു ആർജവം നമുക്ക് വേണ്ട സാഹചര്യങ്ങൾ നേടിയെടുക്കുന്നതിന്, അതിന് ലക്ഷ്യം കാണുന്നതിന് നമുക്ക് കഴിയാതെ പോകുന്നു എന്ന വസ്തുത വളരെ സത്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. പലപ്പോഴും അതിന് കഴിയാതെ പോകുന്ന പല സാഹചര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ പൂർവികരുടെ നല്ല പ്രവർത്തികൾ, നല്ല പാതകൾ പിൻപറ്റുവാൻ, അത് പിന്തുടരുവാൻ നമ്മുടെ പുതുതലമുറകൾക്ക് വീണ്ടും കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ബഹുമാന്യനായ മന്ത്രിയും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ ഉള്ള വേദിയിൽ ഒരു കാര്യം ആവശ്യപ്പെടണമെന്ന് എനിക്കുമുണ്ടായിരുന്നു. പക്ഷേ അതിന് കഴിയാതെ വന്ന സാഹചര്യത്തിൽ 175 വർഷമായി ഇവിടെ പള്ളിയുണ്ട്, പള്ളിക്കൂടമുണ്ട്. പക്ഷേ ഇന്നും ഈ മലയോര പ്രദേശത്തെ ജനങ്ങൾ അവരുടെ സ്വകാര്യ ആവശ്യത്തിനും മറ്റാവശ്യത്തിനുമൊക്കെ നടന്ന് കിലോമീറ്ററുകളോളം താണ്ടി മൂന്നലവ്, മേലുകാവ്, തൊടുപുഴ, പാലാ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തപ്പെടേണ്ട ദുസ്ഥിതി അതിന്നും തുടരുകയാണ്. പഞ്ചായത്ത് കൊണ്ടോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ കൊണ്ടോ അതിന് മാറ്റമുണ്ടാക്കാൻ കഴിയുകയില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് മന്ത്രിതലത്തിലോ സംസ്ഥാന തലത്തിലോ ഒക്കെ ഇടപെട്ട് ഗതാഗത സൗകര്യം, പൊതുഗതാഗത സൗകര്യം ഈ നാട്ടിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുവാൻ അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനുള്ള നിവേദനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്തെങ്കിലും അതിനുള്ള സമയപരിമിതി മൂലം കഴിഞ്ഞില്ലാത്തതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് MLA സൂചിപ്പിച്ച ഒരു കാര്യം കൂടെ,
നമ്മുടെ ആളുകൾ തന്നെ പാർക്കുന്ന മേച്ചാൽ പ്രദേശം 2021 മഴയിലും വെള്ളപ്പൊക്കത്തിലും പാലം ഒലിച്ചുപോയി ഒറ്റപ്പെട്ട പ്രദേശമായി മാറിയപ്പോൾ ആ നാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങളെ പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു പ്രൈവറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്ത് മറ്റൊരാളുടെ പേരിലാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്. തീർച്ചയായിട്ടും അതിന് പിന്നിൽ നിന്ന് സഹായിക്കുന്ന MLA വളരെ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ടും ഞാൻ ഈ സപ്ത രജത ജൂബിലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 23-ാം തീയതി മുതൽ ഇവിടെ വോളിബോൾ ടൂർണമെൻറ്റ്, അതിനുശേഷം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇന്നോടുകൂടി 3-ാം ദിവസം പെരുന്നാളുമായി ബന്ധപ്പെട്ട മനോഹരമായ പരിപാടികൾ, ആരാധനകളൊക്കെ ഇവിടെ നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന ഇടവക പട്ടക്കാരൻ ബെൻ ആൽബർട്ട് അച്ഛൻ, അതുപോലെ തന്നെ പള്ളി കമ്മിറ്റിയുടെ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. സപ്ത രജത ജൂബിലി ആഘോഷത്തിൻ്റെ സമാപന സമ്മേളന അധ്യക്ഷത പദമലങ്കരിച്ച് മടങ്ങിപ്പോയ റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് തിരുമേനി ഈ സമ്മേളനത്തിൽ കടന്നു വന്ന് ആശംസകൾ അറിയിക്കുകയും മുഖ്യപ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്ത് മടങ്ങിപ്പോയ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മന്ത്രി, അതുപോലെ MP, MLA മാർ, വിശിഷ്ട വ്യക്തികളെ, ഇപ്പോൾ ഈ വേദിയിലായിരിക്കുന്ന എൻ്റെ എല്ലാവരും സുഹൃത്തുക്കളാണ്. ചാൾസ് സുഹൃത്താണ്, റോസമ്മ മറിയാമ്മ സുഹൃത്താണ്, ബിന്ദു സുഹൃത്താണ്, നമ്മുടെ മോളി മാടവും സുഹൃത്താണ്. ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ സ്വന്തം ജ്യേഷ്ഠന്മാരും സഹോദരങ്ങളുമാണ്. സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളുമാണ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇങ്ങനെയുള്ള സമ്മേളന വേളകളിൽ പട്ടക്കാർക്ക് വലിയ പ്രാധാന്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഞാൻ ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും 175 വർഷം നമ്മെ ദൈവം അതിശയമായി വഴി നടത്തി. ഈ പ്രദേശത്തെ വെളിച്ചവുമായി കടന്നു വന്ന ഹെൻറി ബക്കർ ജൂനിയറിൻ്റെ ജീവിതത്തെ ഓർത്ത് നന്ദി കരേറ്റുവാനും നമ്മെ തന്നെ കർത്താവിന് സമർപ്പിക്കുവാനും നന്ദിയുള്ള ജീവിതം നയിക്കുവാനും ആണ് നാം ഈ 1 വർഷം നീണ്ട സപ്തരജത ജൂബിലി ആഘോഷിച്ചത്. ഇരമാ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മേഖലയുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ നമ്മുടെ കേരളത്തിലില്ല. ഏത് മേഖലയിൽ ചെന്നാലും ഏത് ഇടവുകളിൽ ചെന്നാലും ഈ മേഖലയിലുള്ള ആളുകൾ എന്തെങ്കിലും ബന്ധത്തിൽ കാണും. അതുകൊണ്ട് ഈ മേഖലയെ സംബന്ധിച്ച്, ഈ സമൂഹത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഇടമാണ് ഇരുമാപ്ര എന്ന് പറയുന്നത്. അത് മുഖാന്തരം അല്ലെങ്കിൽ ഇരുമാപ്രയിൽ ഹെൻറി ബക്കർ ജൂനിയർ വന്നതും അതോടൊപ്പം തന്നെ ഹെൻറി ബക്കർ ജൂനിയർ കടന്നു വരുവാനുള്ള കാരണക്കാരായ പിതാക്കന്മാർ, അത് ചാൾസ് മെമ്പർ വളരെ വ്യക്തമായി അത് എടുത്ത് പറഞ്ഞു. ആ പിതാക്കന്മാരുടെ ആർജവം, അവരുടെ ആ കഴിവ്, അവരുടെ ദൃഢനിശ്ചയം എത്ര പ്രാവശ്യം പറഞ്ഞു വന്നില്ല. വീണ്ടും അവർ കൂടെ പോയി അവരെ ക്ഷണിച്ച്, ഹെൻറി ബക്കർ ജൂനിയറിനെ അല്ലെങ്കിൽ ആശാമാരെ ഇങ്ങോട്ട് ക്ഷണിച്ച് ഈ ദേശത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ, പ്രവർത്തിക്കുവാൻ എന്നൊക്കെ വേണമിടയായി. അതാണ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയായത്, ഒരു മഹാനവിയായിട്ട് തീരുവാൻ ഇടയായത്. അതുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് ഇരുമാപ്ര സന്ദേശത്തുള്ള ആളുകൾക്ക് അഭിമാനിക്കാം. ഇനി 175 വർഷം കഴിഞ്ഞു. ഇനി ഒരു ജൂബിലി ആഘോഷിക്കും, ചിലപ്പോൾ 200 വർഷത്തെ ആയിരിക്കാം. നമ്മൾ എത്ര പേർ കാണുമെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും 175 വർഷം നമുക്ക് എന്തെല്ലാം നമുക്ക് നേടുവാൻ സാധിച്ചു, എന്തെല്ലാം നമുക്ക് ചെയ്യുവാൻ സാധിച്ചു എന്നത് അപ്പുറമായിട്ട് ഇനി വരുന്ന ജൂബിലി വർഷങ്ങളിലേക്ക് ബഹുമാനമുള്ള ചാൾസ് മെമ്പർ പറഞ്ഞതുപോലെ
നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, അതേ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് ഉത്സാഹിക്കാം. കാരണം നമുക്ക് ഈ വെളിച്ചം ലഭിച്ചത് ഹെൻറി ബേക്കർ ജൂനിയറിന് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ദേശത്തുള്ള ആളുകൾ വന്ന് അവിടെ സുവിശേഷം അറിയിച്ച ആ വലിയ സ്നേഹമാണ്. ആ സ്നേഹമാണ് 1000 കിലോമീറ്ററുകൾ ദൂരെയുള്ള നമ്മളെ തേടി വന്നത്. അതുകൊണ്ട് നാം ഇന്ന് മനുഷ്യനായിട്ട് ജീവിക്കുവാനിടയായി. ആ ഒരു വലിയ ഓർമ്മ നമ്മുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുവാനിടയാകുന്നുവെങ്കിൽ നമ്മുടെ ജൂബിലി ആഘോഷം അർത്ഥവത്തായി തീരും. ഇല്ല എങ്കിൽ നമ്മുടെ ജൂബിലി ആഘോഷം അർത്ഥമില്ലാത്ത ഒന്നായി തീരുമോ എന്ന് നാം തന്നെ ചിന്തിക്കുക. അതുകൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുക. ജൂബിലി എന്ന് പറയുന്നത് നന്ദി കരയറ്റലാണല്ലോ. അത് വിടുതലിൽ നിന്ന് ഒരു വലിയ ബന്ധനത്തിൽ നിന്ന് വിടുതൽ നൽകിയതിനെ ഓർക്കുവാനും നന്ദി കരയറ്റുവാനുള്ള ഒരു അവസരം. ആ അവസരം നാം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അതെ തുടർന്നുള്ള ദിനങ്ങൾ നമുക്ക് പ്രവർത്തിക്കാം. ഇവിടെ കേട്ട വാക്കുകൾ നാം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തക്കോണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ജൂബിലി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഏറ്റവും സ്നേഹമുള്ള ബെന്നൻ ആൽബർട്ട് അച്ഛൻ, ചേർന്ന് നിന്ന് പ്രവർത്തിച്ച കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, കൗൺസിൽ മെമ്പേഴ്സ്, അതോടൊപ്പം തന്നെ ജൂബിലി കമ്മിറ്റി മെമ്പേഴ്സായിട്ട് അല്ലെങ്കിൽ കൺവീനേഴ്സായിട്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ജൂബിലിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദേവാലയം വളരെ മനോഹരമാക്കി തീർക്കുവാൻ അധ്വാനിച്ച, കൊടുത്ത, സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ മുൻപ് ആളുകൾ ഓർപ്പിച്ചതുപോലെ ഈ ദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും നമുക്ക് ലഭിച്ച താലന്തുകൾ ഉപയോഗിക്കാം. അതിനാൽ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ആശംസകളും ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയിക്കുന്നതിന് ഷൈനി ബേബി, മേലുകാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അവരെ ക്ഷണിക്കുന്നു. 176ാമത് റവറൻ ഹെൻറി ബേക്കർ ജൂനിയർ പെരുന്നാളും സപ്ത രജത ജൂബിലി സമാപനത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ച നമ്മുടെ ഏറ്റവും പ്രിയങ്കനായ ബിഷപ്പ് CSI ഈസ്റ്റ് കേരള മഠാധിപതി VS ഫ്രാൻസിസ് തിരുമേനി, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ BN വാസൻ സാർ, ചരിത്ര പുസ്തക പ്രകാശനം നടത്തിയ ശ്രീ ജോസ് കെ മാണി MP, സുവനീർ പ്രകാശനം നടത്തിയ ശ്രീ മാണി സി കാപ്പൻ MLA, വേദിയിൽ ഇരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു സെബാസ്റ്റ്യൻ, മൂന്നിലോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചാർലി ഐസക്, സ്നേഹം നിറഞ്ഞ ജേക്കബ് സാറ്, നിഷ മാം, റോബിൻ, സ്നേഹ മോൾ, വേദിയിലിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 175 വർഷങ്ങൾക്ക് പുറകിൽ നമ്മുടെ കുറേ പിതാക്കന്മാർ നേടിത്തന്നൊരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് നാം ഈ സന്തോഷ ദിവസം ആചരിക്കുന്നത്. ഞാൻ ആ പിതാക്കന്മാരുടെ മുൻപിൽ ഒരുപടി പ്രണാമം അർപ്പിക്കുകയാണ്. കാരണം അവർ നേടിത്തന്നൊരു, ഇവിടെ എനിക്ക് മുൻപ് പ്രസംഗിച്ച എല്ലാവരും തന്നെ പറഞ്ഞു, വളരെയധികം കഷ്ടപ്പെട്ട് നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും നമുക്ക് അറിവ് ലഭിക്കുന്നതിനും നമുക്കൊരു സമൂഹത്തിലൊരു പള്ളി ഉണ്ടാകുന്നതിനും നമ്മളുടെ ലോകമായി നമുക്ക് സുവിശേഷം അറിയിക്കുന്നതിനുള്ളൊരു വഴികാട്ടിയായിരുന്നു നമ്മുടെ പിതാക്കന്മാർ. ആ പിതാക്കന്മാരുടെ നന്മയാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ തലമുറകളുടെ ഒരു സന്തോഷ ദിവസം എന്ന് പറയുന്നത്. അവർ കല്ലും മുള്ളും ചവിട്ടി നമുക്കൊരു നല്ലൊരു പള്ളി നമുക്കുണ്ടാക്കി തന്നു. ഇന്ന് നാം 244 കുടുംബം ഇരുമാപ്ര സഭയിൽ അംഗങ്ങളായിട്ടുണ്ട്. അതിലൊരു അംഗമാണ്, ഒരു കുടുംബമാണ് ഞാനും. നമുക്ക് മുൻപ് പോയ ഓരോരുത്തരും ഒരുപാട് അധ്വാനത്തിൻ്റെ ഫലം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിലുപരി എന്തെല്ലാം വാക്കുകളുണ്ടോ. നമ്മുടെ സ്കൂളുണ്ടായി. ഇന്ന് ഈ ഇരുമാപ്രയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിന് ഒരുപാട് പുരോഹിതന്മാരെ ഈ സഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ് നമ്മുടെ GOP നയനച്ചൻ. അങ്ങനെ എത്രയോ പുരോഹിതന്മാർ, എത്രയോ വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, എത്രയോ ജനപ്രതിനിധികൾ,
എത്രയോ നല്ല നല്ല ആളുകൾ, ചെറിയ വിദ്യാർത്ഥികൾ, പിതാക്കന്മാർ തുടങ്ങി ഏറ്റവും താഴെ നഴ്സറി അല്ലെങ്കിൽ ജനിച്ച കുട്ടികൾ വരെ ഈ സന്തോഷ ദിവസം ആചരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പുരോഹിതന്മാർ, നമുക്ക് ഉപസഭകളുണ്ടായി. നമ്മൾ എത്രമാത്രം ദൈവത്തെ നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. കാരണം അവരനുഭവിച്ച കഷ്ടപ്പാട് നമ്മൾ പിന്തുടർന്നു. ഇന്ന് എനിക്ക് മുൻപ് പ്രസംഗിച്ച എല്ലാവരും തന്നെ പറഞ്ഞു ഇന്നത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ട് എന്നുള്ളത്. ഞാനും അത് ഈ വേദിയിൽ ഇരുന്ന് ചിന്തിക്കുകയുണ്ടായി. അനേകം തലമുറകൾ പിതാക്കന്മാർ നമ്മുടെ ഇടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു. ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേര് നമ്മൾ പോയി. എങ്കിലും പുതുതലമുറയെ ദൈവം നമ്മളെ നടത്തുന്നത് നല്ല മനോഹരമായ വീടുകൾ, വഴിയും വെള്ളം ഇല്ലാത്തൊരു സമുദ്രം, വെളിച്ചം ഇല്ലാത്തൊരു പ്രദേശമായി നമ്മുടെ ദേശം എങ്ങും കിടന്നപ്പോൾ ഇവിടെ സുവിശേഷം അറിയിക്കുകയും വിദ്യാഭ്യാസം അറിയിക്കുകയും ചെയ്ത സമയത്ത് ഒരുപാട് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എല്ലാം ഉണ്ടായി. വഴിയുണ്ടായി, വീടുണ്ടായി, വെളിച്ചമുണ്ടായി. ഇന്ന് ഏതൊരു വീട്ടിലും കമ്പ്യൂട്ടർ ഇല്ലാത്ത വീടുകളില്ല. ദൈവം എത്രമാത്രം നമ്മളെ ഉയർത്തി എന്നൊരു സംശയം വേണ്ട. ഞാൻ ഈ വേദിയിൽ നിന്ന് പോർത്തു, ദൈവം എത്ര നന്മ ചെയ്തു. ഒരു ജനപ്രതിനിധിയായി, ഒരു സഭയുടെ അംഗമായി ഈ 175ാമത് സപ്തരജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ സഭയുടെ ഒരു അംഗമായി, ഒരു ജനപ്രതിനിധിയായി നിൽക്കാൻ ദൈവം ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നു. എൻ്റെ മാതാപിതാക്കളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവർ വഴികാട്ടി തന്നൊരു മാതൃകയാണ് നമ്മൾ മുൻപോട്ട് നയിക്കുന്നത്. ഈ പ്രദേശം ദൈവസ്നേഹമുള്ള ഒരു പ്രദേശമായി ഞങ്ങൾ 244 കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കും, ഒരു സംശയമില്ല. പിതാക്കന്മാർ നേടിത്തന്നൊരു സ്വാതന്ത്ര്യവും സ്നേഹവും വിശ്വാസവും നമ്മൾ കാത്തു പരിപാലിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. എല്ലാവിധമായ ഈ സപ്തരജത ജൂബിലിക്ക് എല്ലാവിധമായ ആശംസകൾ മേല് ഗ്രാമപഞ്ചായത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നമ്മുടെ സഭയ്ക്ക് എല്ലാവിധ ആശംസകൾ നൽകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി, നമസ്കാരം. താങ്ക് യു ജോസഫ് സർ. ഉണ്ടാവട്ടെ. ഞാൻ ആദ്യമായിട്ട് സർവശക്തനായ ദൈവത്തിന് 1000 സ്തോത്രങ്ങൾ കരയറ്റുകയാണ്. കാര്യം നമ്മുടെ സപ്തരജത ജൂബിലിയുടെ അവസാന ദിനങ്ങളിലേക്ക് വരികയാണ്. ഒരു വർഷം നീണ്ടുനിന്ന നിർമ്മാണ പ്രവർത്തനത്തിൻ്റെയും അതുപോലെ ഇതിൻ്റെ ഒരുക്കത്തിൻ്റെയും ഒക്കെ അവസാന നിമിഷങ്ങളിലേക്ക് അതിൻ്റെ ഒരു അവസാനം കുറിക്കുകയാണ്. അതുകൊണ്ട് കാര്യം ഒരു വർഷം നീണ്ടു നിന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നല്ലവരായിട്ടുള്ള സഭാജനങ്ങൾ ഒന്നടങ്കം കൈകോർത്ത് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ഇത്രയും ഭംഗിയായി നടത്തുവാനായി സാധിച്ചത്.